സംബന്ധിച്ചുള്ള വാശിയേറിയ കസേരകളി മത്സരമാണ് ഈ മൈതാനത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആണുങ്ങൾക്ക് വേണ്ടി പ്രതിപക്ഷ നേതാവ് തൊരപ്പൻ പുരുഷോത്തമനും പെണ്ണുങ്ങൾക്ക് വേണ്ടി നമ്മുടെ എല്ലാം ആശയും ആവേശവുമായ പൗർണമിയുമാണ് ഇപ്പോൾ മത്സര രംഗത്തുള്ളത്. അവസാന റൗണ്ടിലാ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പൊന്നാപുരത്തിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ വനിതാ പ്രസിഡന്റ് തന്നെ കസേര കാത്തു സൂക്ഷിക്കുന്നു. അതോ പ്രതിപക്ഷ നേതാവ് പുരുഷോത്തമൻ കസേര കൈക്കലാക്കുമോ എന്നാണ്. രണ്ടുപേരും കടുത്ത വാശിയിലാണ്. മത്സരം ഇതാ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ചാരുത ചാർത്തുന്ന നാട്, കായലും കുന്നും പുഴകളും ഒന്നിച്ച് ചാരുത ചാർത്തുന്ന നാട്, കൊന്നകൾ പൂക്കുന്ന നാട്, പൂവിളി കേൾക്കുന്ന നാട്, കൊന്നകൾ പൂക്കുന്ന നാട്, പൂവിളി കേൾക്കുന്ന നാട്, പൂമരക്കൂട്ടങ്ങൾ പൂമഴ പെയ്യ്ക്കും ഏറെ മനോഹര നാട്, നമ്മോ നമ നമ നമ്മോ നാഥൻ നമ നമ നമ്മോ, നമ്മോ നമ നമ നമ്മോ നാഥൻ നമ നമ നമ്മോ, നമ്മോ നമ നമ നാഥൻ നമ നമ നാഥൻ നമ നമ നമ്മോ, തത്തിത്തരികിട താളം താളം തരികിട തോം തൈ. എനിക്ക് പോയേ എന്തത് എനിക്ക് പോയേ. തത്തിത്തരികിട താളം തരികിട തായക ദിങ്കിട തോം തൈ. പൊന്നിൻ കതിർക്കുല ഏന്തുന്ന പാടങ്ങൾ പൊന്നാട ചാർത്തുന്ന നാട്, കേരളമാണെന്റെ നാട്, കേരദ്രുമങ്ങൾ തന്നാട്, കായലും കുന്നും പുഴകളും വനിതാ ദിനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളു. വനിതകൾക്കുള്ള വാർദ്ധക്യ പെൻഷൻ ശ്രീമതി VP മാണിക്കമ്മ, വനിതകൾക്കുള്ള ഭവന പദ്ധതി R തങ്കമണി PK സുജാത. ആദരവും അംഗീകാരവും എല്ലാം പെണ്ണുങ്ങൾക്ക്. നമുക്ക് ഈ നാട്ടിലൊരു മൂത്രപ്പുരെങ്കിലും ഉണ്ടോ നേതാവേ? ഒരു നാടകം കളിക്കുമ്പോൾ സ്വാതന്ത്ര്യം നല്ലൊരു എപ്പോഴും കണ്ടിട്ട് കാലം എത്രയെന്ന് അറിയാമോ നേതാവേ? നമ്മുടെ പ്രതിപക്ഷം അങ്ങനെ നിഷ്ക്രിയരായിട്ട് കാര്യമില്ല നേതാവ്. നീ അത് വായിക്കൂ. നിഷബീദ ചായ
ചായ അച്ഛാ ചായ ഇപ്പൊ വേണ്ട. വേണ്ടേ? മനുഷ്യനോട് ഭ്രാന്തെടുത്തിരിക്കുമ്പോഴാ. എന്നാ എല്ലാവർക്കും ഊണ് കഴിച്ചിട്ട് പോകാം. ഞാനൊന്ന് അടുക്കള ചെന്ന പണികൾ നടത്തട്ടെ. അതൊന്ന് വായിക്കൂ. ഇത് തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഓ, എങ്കിലും ഒന്നും നോക്കാനില്ല. ഇത് അങ്ങനെ എഴുതിയത് തന്നെ. പ്രസിഡന്റിന്റെ ഭർത്താവ്. യുംലക ഇട്ടിത എന്ത്? ഒന്നുകൂടെ വായിച്ചേ. യുംലക ഇട്ടിത ചോക്ഷിസു. ഇതെന്ത് ഭാഷ? പി 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 പി. അതും തന്നെ നോക്കട്ടെ. ഓഹോ, അങ്ങനെ. പ്രസിഡന്റിന് മനസ്സിലായില്ലേ? വധഭീഷണി, തട്ടിക്കളയും, സൂക്ഷിച്ചോ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓഹോ, അല്ലെങ്കിൽ അടിച്ച് കൈയൊടിക്കും കാലൊടിക്കുന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. വന്ന് വധഭീഷണിയും തുടങ്ങി. പിന്നെ ഈ PPP, അത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. പ്രതികരിക്കുന്ന പുരുഷ പ്രജാ പാർട്ടി. ഇങ്ങനെ എന്തൊരു മണ്ടന. ഇങ്ങനെ ആരെങ്കിലും ഊമക്കത്ത് എഴുതോ? പി പി പി. സ്വന്തം പാർട്ടിയുടെ പേര് നേരെ ചൊവ്വയെ വെച്ച്. അയ്യോ, അത് നേരെ ചൊവ്വ എഴുതിയതല്ല. പിന്നെ അതും അയാൾ തിരിച്ചെഴുതിയതാ. പി പി പിന്ന്. കുപ്പിവളകൾ കിലുക്കി കുമ്മിയടിക്കുന്ന നാട്. പൊന്നിൻ കസവുള്ള ചേല ഭംഗിയിൽ തന്നെ അണിഞ്ഞു. പൂത്തിരുവാതിര നാളിൽ തരുണികൾ കൂട്ടമിട്ടാടുന്ന നാട്. ഞാൻ തന്നെ പ്രസംഗിച്ചോളാം. അതൊന്നും പ്രശ്നമില്ല. കേൾക്കാൻ ആരെങ്കിലും നമ്മോ നമ നമ നമ്മോ നാദൻ നമ നമ നമ്മോ. നമ്മോ നമ നമ നാദൻ നമ നമ നാദൻ നമ നമ നമ്മോ. തത്തിത്തരികിട താളം താളം തരികിടതോം തൈ. തത്തിത്തരികിട താളം തരികിട തായകതിങ്കിണതോം തൈ. ചേച്ചി, എന്താ നീ താമസിച്ചേ? ഹോ, ഇപ്പോഴെങ്കിലും എങ്ങനെ എത്തിയല്ലോ. അച്ഛനവിടെ ആദ്യം വിളിച്ചിരിപ്പുണ്ട്. നല്ല കാര്യമായി പോയി. എത്തിയ പാടെ എനിക്കറിയാം. ആ കേറി, ഞാൻ എടുത്തോളാം. ശരി. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? തകർത്തില്ലേ? ഞാനല്ലേ ആള്. നീ ഒന്ന് പാസ്സായിട്ട് വേണം ഈ നാട്ടിലൊരു വക്കീൽ ഓഫീസ് പണിയാൻ. പെണ്ണിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനേ ഒരു പെൺ വക്കീല് തന്നെ വേണം. ഒറ്റ ആണിനെയും ജീവിക്കാൻ സമ്മതിക്കില്ലാന്ന് ചുരുക്കം. ഒന്ന് പോടി. ഇതെന്താ ഇങ്ങനെ നടു റോഡില്? ബ്രേക്ക് ഡൗൺ ആയതായിരിക്കും ചേച്ചി. ആരെയും കാണുന്നുമില്ലല്ലോ. ഓരോ മെനക്കേട്.
ഏത് മറ്റേ മക്കളാ മോളെ ഇത് ചെയ്തത്? നാറികള്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതങ്ങനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. അല്ല സിസ്റ്റർ, ഞങ്ങൾക്ക് പ്രസിഡന്റിനെ കാണണം, അല്ലാണ്ട് നമ്മൾ പോവില്ല. ഡോക്ടർ അവരെ പരിശോധിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയുണ്ട് ഡോക്ടറെ? നല്ല പ്രഷറുണ്ട്. അതിന് പകരം വീട്ടാതെ പോകത്തില്ല. അവിടെ അമ്മയുടെ പ്രകൃത, സാവിത്രിയുടെ. അതെ, ഒരു കാര്യം ഉറപ്പാ, രണ്ടുപേരെയും ഈ പരുവത്തിൽ ഇട്ടിച്ചു പോയ സ്ഥിതിക്ക് ഇതൊരു കൊലപാതക ശ്രമമല്ല. പീഡനം നടന്നിട്ടുണ്ടോന്നാ പലർക്കും അറിയേണ്ടത്. പലർക്കുമല്ല, നിനക്ക്. എന്നിട്ട് വേണല്ലോ നാട് നീളെ തൊണ്ട കീറി അലക്കാൻ. അത് പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഈ വേഷം ഇട്ടിറങ്ങിയതല്ലേ അല്ലേ ഗൗരി? ബോധവൽക്കരണത്തിന്റെ പ്രശ്നം പറഞ്ഞിട്ട് കാര്യമില്ല. അവള് വല്ല ചാനലിലും പോയതായിരിക്കും. എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പാ, എന്ത്? ഇതിന് പിന്നിൽ പ്രതിപക്ഷം തന്നെയാ. പിന്നെ അവന്മാർക്ക് നേരാമണ്ണം എഴുന്നേറ്റ് നടക്കാൻ പോലുള്ള ശേഷിയില്ല. പിന്നെയാ അവര് കൊട്ടേഷൻ കൊടുത്താണെങ്കിലോ ഒന്ന് ഭീഷണിപ്പെടുത്തി ചൊൽപ്പടിക്ക് നിർത്താൻ. പ്രേമിച്ച കാമുകം വഞ്ചിച്ചതിന്റെ ദേഷ്യം മുഴുവൻ ഒരു മികച്ച ഭർത്താവായ എന്നോട് തീർത്ത രാക്ഷസിയാണ് അവള്. അപ്പൊ ഈ കൊട്ടേഷൻ കൊടുത്ത നേതാവ് തന്നെയാണോ? പിന്നെ അല്ലേ എങ്ങനെ നേതാവായത്? PPPക്ക് വേണ്ടി ഞാൻ കൊടുത്ത കൊട്ടേഷനാ അത്. എത്ര കിട്ടിയാലും നീ ഒന്നും പഠിക്കൂലല്ലടാ. ചെറുപ്പക്കാരെ കൂടെ നടച്ചാൽ നീ വിചാരം. നേരിടിക്കരുത്, ഞാൻ മുള്ളും. വന്നു നേതാവ് എന്നെ കേന്ദ്രീകരിച്ചു. തനിക്കുള്ളതേ ഞാൻ വീട്ടിൽ തന്നോളാം. നീ പെണ്ണുങ്ങൾക്കെതിരെ കൊട്ടേഷൻ കൊടുക്കാൻ മാത്രം അങ്ങ് വളർന്ന് അല്ലടാ. പിന്നെ ആരടത് ചെയ്തത്? ഞാനും അതാ ആലോചിക്കുന്നത്. ഞങ്ങളോട് ഇത്ര സ്നേഹമുള്ള ആ ദുഷ്ടശക്തി ഏതാ? ഏതായാലും ഞാൻ പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാ മതി. ബക്കറ്റും ചൂലും എല്ലാത്തിന്റെ കയ്യിൽ എടുത്തു കൊടുക്ക്. സ്റ്റേഷൻ മുഴുവൻ അടിച്ചു തൂത്ത് വൃത്തിയാക്കട്ടെ. ശരി വേണം. കക്കൂസെങ്ങാനും കഴുകാൻ വിട്ട് പോയാ കമ്പൽസേഷൻ കൂടെ കഴിയിട്ടേ പോകുള്ളൂ. വീട്ടിൽ പോയി മാറി പേടിപ്പിച്ചപ്പോ അറിയാതെ ചാടി കയറി പോയതാ. സത്യം കേട്ടോ, അതെ അച്ഛനാണ് സത്യം. അതും ഒരു ഭീകര ജീവിയും. വരട്ടെ. എന്തേ നിങ്ങൾ നാടിനെ കറന്നില്ലല്ലേ? അത് അതുങ്ങളെ മേയ്ക്കാനും കൊണ്ടുപോയില്ലല്ലേ? അത് പിന്നെ എനിക്കിടക്കിടക്ക് മൂത്രത്തിന്റെ ഒരു അസ്ഥിത ഉണ്ടെന്ന് നിനക്കറിയാലോ. ഞാൻ ഇപ്പൊ വരാം. സത്യം പറ, എന്നിട്ട് മൂത്രം ഒഴിച്ചാ മതി. അത് പിന്നെ നേതാവിന്റെ വീട്ടിലല്ല, പോലീസ് സ്റ്റേഷനില്. ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിച്ചെന്ന് കരുതണ്ട. പ്രസിഡന്റിനെ അതിന്റെ അന്യത്തിനെ ദ്രോഹിച്ച ചെറ്റകളുടെ കൊടലിമാല ഞങ്ങൾ ഊരിയെടുക്കും. എന്തെന്നാ ആരിനെ വിളിച്ചതല്ലേ? എന്റെ ദൈവമേ, ഇത്രയും ഉത്തരവാദിത്തമില്ലാത്ത ഒരു മനുഷ്യൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. വേറൊന്നും ഇല്ലേ? അതെ വന്നു കേട്ട് ചമ്മന്തി, അച്ചാറ്, കഞ്ഞിയാ. ചോറും കറിയും വെക്കാനുള്ള സമയം കിട്ടിയില്ല. ഇന്ന് ഓരോ ദിവസത്തേക്കും നടക്കില്ല. അല്ലെങ്കിൽ തന്നെ പ്രസിഡന്റിന്റെ അവസ്ഥ ഓർത്ത് ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ അയാളുടെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കഞ്ഞിയ. ഏത് പട്ടിക്കുണ്ട് അവിടെ ഒരു ദിവസം? ജനിച്ചു വീഴുന്ന സമയം തൊട്ട് ഒരു സ്ത്രീ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പെറ്റു വീഴുന്നത് ഒരു പെണ്ണാണെന്നറിഞ്ഞാൽ അതിനെ വധിച്ചു കളയാൻ വരെ പറയുന്ന പുരുഷ ബൂർഷ സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൗരി പറയുന്നത് കേട്ടാൽ ഈ ആണുങ്ങളെല്ലാം വല്ല കുഴപ്പക്കാരാണെന്ന് തോന്നുമല്ലോ. നേരത്തെ കരുത്ത് കൊടുക്കാൻ ആളുകൊണ്ട് എല്ലാം ഞാൻ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുബൈദാ, ഒരു സുലൈമാനിക്ക് പറഞ്ഞിട്ട് അരമണിക്കൂറായി. ആദ്യം നമ്മൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ. സുലൈമാനി ഈ വധഭീഷണിയെയും അതുപോലെ തന്നെ ഗുണ്ട ആക്രമണത്തെയൊക്കെ എനിക്ക് ആ ഒരു കണ്ണിലൂടെ മാത്രമേ നോക്കിക്കാണാൻ ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താണ് ഹിസ്റ്ററി? പൊന്നു സുബൈദ, ഒരു സുലൈമാനി
സുലൈമാനി പോയിട്ട് പച്ച വെള്ളം നമ്മള് തരൂല. നമ്മള് പെണ്ണുങ്ങൾ അടിച്ച് ആശുപത്രിയിലാക്കിയിട്ട് മനസമാധാനത്തോടെ കഴിയാന്ന് ഈ നാട്ടിലൊരുത്തരും വിചാരിക്കും വേണ്ട. ഞാൻ എന്ത് ചെയ്തിട്ടത്? അതെ, അയാളെ ഞാൻ നിലംപരിശാക്കിയിട്ടുണ്ട്. ആണോ? ആ ചുരിദാർ നന്നായിരുന്നല്ലേ? എനിക്കറിയായിരുന്നു അത് ടിവിയിൽ സൂപ്പർ ആയിരിക്കും. കൊറേ പേര് വിളിച്ചു പറഞ്ഞു, അതെ നീ ആ ലിങ്ക് എടുത്തൊന്ന് ഷെയർ ചെയ്യ്, 10 ആള് കാണട്ടടി. അയ്യോ, ശരി കുസുമം, ഇന്ന് വല്ലാത്ത ക്ഷീണം. നീ കട്ട് ചെയ്തോ. മെസ്സേജ് കൊണ്ട് തോറ്റു. ആണോ നോക്കാം. ഹലോ, സുഖല്ലേ? അങ്ങോട്ട് നീ കിടന്നേ. വീടാൻ ചോദിക്കാൻ വന്നിരിക്കുന്നു. കൈയോട് വെച്ചേ. ആ ന്യൂസ് നൈറ്റിന്റെ ക്ലിപ്പ് യൂട്യൂബിൽ വൈറലായാൽ മതിയായിരുന്നേ. എന്നിട്ട് വേണം ഒരു സെലിബ്രിറ്റി ആവാൻ. മീനാക്ഷി, മോളെ മീനാക്ഷി, മീനെ പറഞ്ഞു തൊലക്കി. നമുക്കൊരു കുഞ്ഞുമണി വേണ്ടേ? നോക്കിയും കണ്ടൊക്കെ പ്രസവിച്ചാൽ മതി എന്നാ പഞ്ചായത്തിന്റെ പുതിയ തീരുമാനം. അതെപ്പോ ഒന്ന് അങ്ങനെ ഒരു തീരുമാനം? അത് കുറച്ചു മുമ്പ് പ്രാബല്യത്തിൽ വന്നു. അത് ശരിയാവൂല. പ്രസവത്തിന്റെ കാര്യം പോലും പഞ്ചായത്ത് തീരുമാനിക്കുന്ന വെച്ചാ ഇത് ഞങ്ങളുടെ ആണുങ്ങളുടെ അവകാശം നല്ല കടന്നായിട്ടില്ലേ? ഇയാളെ കൊണ്ട് കിടക്കുന്നുണ്ടോ? ഈ നാട് നന്നാവൂല, ഒരു പുല്ല് നടക്കില്ല. മോളെ. എന്താ ഗൗരി? എന്താന്ന്? എന്റെ ഇവിടെ ഒരു കുരു. ആ കുരു അവിടെ കിടന്ന് ചീഞ്ഞ് പൊട്ടേ ഉള്ളൂ. ഞങ്ങളാകെ അവിടെ കുരുപൊട്ടി നിക്കുമ്പോഴാ ഒരു കുരു. അതും തീറ്റി. ഒരു നശിച്ച കൊട്ടേഷൻ കാരണം, അല്ലെങ്കിൽ വല്ലപ്പോഴും എന്തെങ്കിലും നടക്കുകയായിരുന്നു. എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇന്ന് ആണുങ്ങളെക്കാൾ മുന്നിലാണ്. ഒറ്റ കാര്യത്തിൽ മാത്രമേ നമ്മൾ അവർക്ക് പിന്നിലുള്ളൂ, മസിൽ പവർ. തെമ്മാടികളായ ആണുങ്ങളെ ആ നിലയ്ക്ക് തന്നെ നേരിടാനുള്ള ശക്തി എന്തുകൊണ്ടോ നമുക്കത് മാത്രം ലഭിച്ചില്ല. പെണ്ണുങ്ങളും തിരിച്ചടിക്കാൻ തുടങ്ങിയ പിന്നെ ഓരോരുത്തരും ഇങ്ങനൊരു ഗുണ്ടായിസത്തിന് മുതിരില്ല. അതെ, തിരിച്ചടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ചെറുത്തു നിൽക്കാനുള്ള ശക്തി അതെങ്കിലും നമുക്ക് വേണം. പക്ഷേ ഒരു സുപ്രഭാതത്തിലൊന്നും അത് കിട്ടില്ല. നമ്മൾ എന്ത് വേണം പ്രസിഡന്റ്? പെണ്ണുങ്ങൾ കായിക പരിശീലനം നേടണം, ആയോധന മുറകൾ അഭ്യസിക്കണം. കരാട്ടയാണോ ബോക്സിംഗ് ആണോ? ഗുസ്തിയാ നല്ലത്. നാടൻ തല്ലിന്റെ ഗുണം വേറൊന്നിനും കിട്ടില്ല. എല്ലാം ചേർത്തുള്ള സമഗ്രമായ ഒരു ട്രെയിനിങ്, അതാണ് ഉദ്ദേശിക്കുന്നത്. സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് ചെലവിൽ നമുക്കത് നടത്തണം, എത്രയും വേഗം. ശരി. പൊന്നാപുരത്തെ ഒരു പെണ്ണിന് നേരെയും ഒരാണിന്റെയും കയ്യോ കാലോ ഇനി ഉയരാൻ പാടില്ല. അത് ഈ പഞ്ചായത്തിന്റെ തീരുമാനം. തീരുമാനിക്കാനൊക്കെ എളുപ്പാ, പക്ഷേ നീ ഒന്ന് നോക്ക്. പെണ്ണുങ്ങളുടെ ബോക്സിംഗില് മേരി കോം ഉണ്ട്. വനിതകളുടെ കരാട്ടയില് ബാബ്ഷ സിംഗ്. ഇനിയിപ്പൊ വേറെ നോക്കിയാ ഗുസ്തിയിൽ പിന്നെ ദൈവര സാക്ഷി മാലിക്. കൊള്ളാം. നമുക്ക് ഇവരെ ആരെങ്കിലും തന്നെ കൊണ്ടുവന്നാലോ? നടക്കുന്ന കാര്യം വല്ലതും പറയണ്ട ചേച്ചി. പിന്നെ നീ ഇതെന്തിനാ കാണിക്കുന്നേ? കൊതിപ്പിക്കാനോ? കിട്ടാവുന്ന ആരെങ്കിലും നോക്ക്. നമുക്കൊരു ലേഡി ട്രെയിനർ തന്നെ വേണ്ടേ? അതല്ലേ പാട്. ചായ. ഈ പെൺ ട്രെയിനറെ തന്നെ വേണോ മോളെ? അത് ഇത്തിരി കടന്ന കൈയല്ലേ? എന്ത് കടന്ന കൈ? ഇവിടെ സ്ത്രീകൾ ബഹിരാകാശത്ത് വരെ പോയി തുടങ്ങി. പിന്നെ അതെന്തിനാ? പ്രസിഡന്റ്, ഇനി ഒന്നും നോക്കാനില്ല, നമ്മളിത് പൊളിക്കും. ഒരു ഉഗ്രം കക്ഷി. ഞാൻ അങ്ങോട്ട് വരാൻ. പ്രസിഡന്റ് കിട്ടി, നമുക്ക് പറ്റിയ ആളെ തന്നെ കിട്ടി. ശരിക്കും? ആരാ? PT ഉഷയാണോ? അല്ല, ഇതല്പം ദൂരെ. കടത്തനാട്ട് മാധവിയമ്മ, കളരിയ. ഇവിടെ മൊത്തം ആണുങ്ങളാണല്ലോ. നോക്കാം.
ആരാ? ഈ കടത്തനാട്ട് മാധവിയമ്മ. വരൂ. പഴികയിൽ വലിഞ്ഞമർന്ന് താളമർന്ന് പായിട്ട് അങ്ങനെ പറന്നു വെട്ടി പുറംകൂട്ടി തിരിഞ്ഞ് കുതിച്ചെടുത്ത് വീശി രണ്ട് വെട്ടി പായിട്ട് 3 വാൾ വെട്ടി മാറി കുതിച്ച് ചാടി ഉയർന്നു പൊങ്ങി വെട്ടി പരിച മാറ്റി ഒടിഞ്ഞ് അവർന്ന് വടക്കം വീരഗാഥയാ. അമ്മക്ക് എപ്പോഴും അത് കാണണം. മമ്മൂട്ടി ആകാശ, നീ അത് ഓഫ് ചെയ്തോ? അയ്യോ, ഇതെന്തു പറ്റി? കഴിഞ്ഞ ആഴ്ച ടിവിയിലെ മാമാങ്ക സിനിമ കണ്ട് ആവേശത്തിലൊന്ന് ഓർമ്മയെടുത്തതാ. ആരാ? ഞങ്ങളങ്ങ് പൊന്നാപുരത്തുനിന്നാ. അവിടെ ഞങ്ങള് പെണ്ണുങ്ങൾക്ക് കളരി പഠിച്ചാൽ കൊള്ളാന്നൊരാഗ്രഹമുണ്ട്. അതിനൊരു പെൺകുരുക്കൾ തന്നെ വേണമായിരുന്നു. ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ മക്കളെ? ഞങ്ങൾക്കൊരു പെണ്ണ് തന്നെ ട്രെയിനറായിട്ട് വേണം. അമ്മയുടെ ശിഷ്യകളാരെങ്കിലും. കൊള്ളാവുന്നവരൊക്കെ കല്യാണം കഴിച്ചു പോയില്ലേ? അതെ. ഇപ്പൊ ഇതൊക്കെ അമ്മയെ പോലെ സീരിയസ് ആയി കൊണ്ടു നടക്കുന്ന ഒരു കുറവാ. ആണുങ്ങളെ എത്ര വേണമെങ്കിലും കിട്ടും. മതിയോ? അതെ, ഇവിടെ അടുത്ത ധർമ്മപുരിയിലെ ഒരു ഗുസ്തി മത്സരം നടക്കുന്നുണ്ട്. അവിടെ മുഴുവനും എന്റെ ശിഷ്യരാ. പക്ഷേ കളരിയും ഗുസ്തിയും തമ്മില്. കളരിയിലെല്ലാം ഉണ്ട്. ഗുസ്തിയും കരാട്ടയും ബോക്സിങ്ങും എല്ലാം. എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലേ ഞാനിപ്പോ പൊളിച്ചേനെ. അയ്യോ വേണ്ട, ഞങ്ങൾക്കൊരാളെ ഏർപ്പാടാക്കി തന്നാ മതി. ആ നാടിന്റെ പട്ടേലറാ അതിന്റെ നടത്തിപ്പുകാരൻ, ഒരു ദൊപ്പെണ്ണ. ഞാൻ വേണമെങ്കിൽ ഒരു കത്ത് തരാം. രാധേ, ഞാൻ പേപ്പറും പേന ഇങ്ങെടുത്തേ. എന്തേ പ്രസിഡന്റെ തീരുമാനം? ഇതിനാണോ നിങ്ങളെ രണ്ടുപേരെയും കൂടെ ഞാൻ മാധവിയമ്മയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത്? ദേ, ഒരു പുരുഷ കേന്ദ്രീകൃത പരിപാടി നമുക്ക് വേണ്ട. വേറെ വഴിയില്ലാഞ്ഞിട്ടല്ലേ ഗൗരി, നമുക്കൊരു പെൺ ട്രെയിനറെ കിട്ടണ്ടേ? കുഴപ്പമില്ല, പക്ഷെ ഏതൊരു ആണിനെ കണ്ടാലും എന്റെ കയ്യും കൊണ്ട് തരിക്കും. അതാ പ്രശ്നം. അതല്ല പ്രശ്നം, ഇതാണുങ്ങൾക്ക് മുന്നിലുള്ള അടിയറവാണ്. ഇനി അതിനാണ് ഭാവെന്നുണ്ടെങ്കിൽ എന്റെ സഹകരണം പ്രതീക്ഷിക്കണ്ട. ഇങ്ങനെ താത്വികമായിട്ട് ചിന്തിച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇവിടെ മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. ಅಣ್ಣ, ಈ ಕುಸ್ತಿ ಮತ್ಸರ ನಡೆಯುವ ಜಾಗ ಎಲ್ಲಿ? ಬನ್ನಿ, ನಾನು നമ്മുടെ എല്ലാമായ ഈ നാടിന്റെ സ്വന്തം പട്ടേലർ ദൊപ്പണ്ണ എവർറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള 5ാമത് ഗുസ്തി മത്സരത്തിന്റെ ഫൈനൽ ഇത് ആരംഭിക്കുകയാണ്. പട്ടേലർ ദൊപ്പണ്ണ എവർറോളിംഗ് ട്രോഫി ഗുസ്തി മത്സര ഫൈനൽ ಈಗ ಶುರು ಆಗ್ತದೆ. ದೊಪ್ಪಣ್ಣ, ಪಟ್ಟೇಲರ್ ದೊಪ್ಪಣ್ಣ. ಸಜ್ಜನ ಬೆಂದುಗಳೇ, ಸ್ನೇಹಿತರೇ, നമസ്കാര. അമ്മയുടെ അടികൊണ്ട് മരിച്ചുപോയ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ജീവിച്ചിരിക്കുന്ന എന്റെ പേരിൽ ഒരു മെമ്മോറിയൽ എവറോളിംഗ് ഗുസ്തി മത്സരം. പൊന്നാപുരം പഞ്ചായത്തിലെ മുഴുവൻ പെണ്ണുങ്ങളെയും ഗുസ്തിയും മറ്റ് ആയോധന കലകളും പഠിപ്പിക്കാനുള്ള സുവർണാവസരം എനിക്ക് കൈവന്നതാണ്. നിർഭാഗ്യവശാൽ ഈ അടുത്ത കാലത്ത് എനിക്കെതിരെ ചില നല്ലച്ചിമാർ ചില കിംവദന്തികൾ നീട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പിന്മാറുകയാണ്. ആ സുവർണാവസരം ഈ ഗുസ്തി മത്സരത്തിലെ ചാമ്പ്യന് ഞാൻ കൈമാറുകയാണ്. മുഖ്യാതിഥികളായി എത്തിക്കഴിഞ്ഞു. ഗുസ്തി മത്സರದ ಫೈನಲ್ ಈಗ ಶುರುವಾಗ್ತದೆ. ഫൈനൽ മത്സരാർത്ഥികൾ ഇതാ കടന്നു വരികയാണ്. റിച്ചാർഡ് ജുഗുനോ, All the
സുന്ദരനല്ലേ? അതെ, ഇതെന്താ? അത് ഈ വഴി പോകുമ്പോൾ ഒരു ആചാരമാണ്. ഓ, കൊള്ളാലോ. തുടങ്ങിക്കോ തുടങ്ങിക്കോ.
പെണ്ണുങ്ങള് രണ്ടും കൽപ്പിച്ചാണല്ലോ നേതാവേ. സ്ത്രീ സ്വാതന്ത്ര്യം എങ്ങനെയുണ്ട് ശിങ്കാരിമേളം? തകർത്തില്ലേ? നമ്മുടെ പെണ്ണുങ്ങളാ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്ന. വാ കേറി വാ. ഓ, ഇടത്തുകാലി വെച്ച് കേറിയാലും കുഴപ്പമൊന്നുമില്ല. ഏതായാലും നിന്റെ കാര്യം പോക്കാം. എന്താ പറഞ്ഞ? ഒന്നുമില്ല, ഞാനൊരു ആത്മകഥാഗതം പറഞ്ഞതേ ഉള്ളൂ. എന്നാ വാ, വന്നാട്ടെ. വന്നേ മോനെ. പതുക്കെ വീഴല്ലേ, ഇനി അങ്ങോട്ട് ഒരുപാട് വീഴാനുള്ളതാ. വാ. ദേ ഇതാ മുറി, നല്ല വെടിപ്പാക്കി വെച്ചിട്ടുണ്ട്. പോരെ? ധാരാളം. പിന്നെ ചന്ദ്രമോൻ എന്തൊക്കെയാ മെനു? ചോദിച്ച് വേണ്ടത് ഭംഗിയായി ചെയ്തു കൊടുക്കണമെന്ന് പൗർണമി പ്രത്യേകം പറഞ്ഞിരുന്നു. അപ്പൊ പ്രസിഡന്റ് നല്ല സ്നേഹമുള്ള ആളല്ലേ? പിന്നെ മര്യാദക്ക് നിന്നാ നിനക്ക് കൊള്ളാം. എന്താ ഷെടോ, ഒരു ആത്മകഥാഗതം പറയാനും പാടില്ലേ? മോനെ, മോൻ മെനു പറ. ഈ കോഴിക്കഷായം കിട്ടുമോ? കോഴിക്കഷായോ? ആ, മട്ടൺ ബ്ലഡ് റോസ്റ്റ്. മട്ടൺ എന്റെ പൊന്നുമോനെ, ഞാൻ ഇത് ആദ്യമായിട്ട് കേൾക്കുക. ഓരോ പേര്. ഞങ്ങൾ മാർഷൽ ആർട്സ് ട്രെയിനേഴ്സിന്റെ ഒന്നും മെനു നിങ്ങൾ ജീവിതത്തിൽ പോലും കേട്ടിട്ടുണ്ടാവില്ല. കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. അങ്ങനെ വഴിക്ക് വന്നാ നിനക്ക്. പ്രസിഡന്റ് അച്ഛനൊന്നേ ഇപ്പൊ എന്താ മനസ്സിൽ പറഞ്ഞത്? ദേ കണ്ടോ, എനിക്കൊരു ആത്മകഥാഗതം പറയാം. ഈ ആത്മകഥം കൂടുതൽ പറയുന്നവരെ പൊതുവെ പേടിത്തൂറികളാ. അങ്ങനെയാണ് ഈ നാട്ടിലെ മുഴുവൻ ആണുങ്ങളും പേടിത്തൂറികളാ. പേടിച്ച് പേടിച്ച് ലൂസ് മോഷൻ പിടിച്ചവര്. കാര്യമായിട്ടൊന്നും പറ്റിയില്ല. നേതാവിന് ഈ ഇടയായിട്ട് കഷ്ടകാലം കേട്ടോ. എന്നാ ഇയാൾക്ക് നല്ല കാലം ഉണ്ടായി. എന്നാൽ നമുക്കെതിരെ അവരെ ആണുങ്ങളെ തന്നെ ഇറക്കുമെന്ന് ഞാനൊരിക്കലും കരുതിയില്ല കേട്ടോ. ആണാണെങ്കിലും നമ്മുടെ ശത്രുക്കൾ കാണാൻ കേട്ടോ. അത് ശരിയാട്ടോ, അവൻ നമ്മുടെ ശത്രു. നമ്മുടെ നേതാവ് ഒന്ന് വാ വിളിച്ചേ. സോഡ ഒഴിച്ചിട്ടില്ല. ഇതെന്താ ട്രൈ അടിക്കാത്ത പോലെ? ഇപ്പൊ തന്നെ എന്നെ പെണ്ണുമുള്ള വീട്ടിൽ കടത്തി പൊറപ്പിക്കുന്നില്ല. ഇനിയിപ്പോ ഗുസ്തി മറിയാൻ പഠിച്ചിട്ട് വരുമ്പോ എന്തായിരിക്കും നേതാവസ്ഥിതി? ഇനി അങ്ങോട്ട് എണ്ണക്കും കുഴപ്പമില്ല, നല്ല ചെലവായിരിക്കും. അതിന് അടികൊള്ളാൻ ഞാൻ നിന്ന് കൊടുത്തിട്ടുണ്ടേ. അന്തസായിട്ട് ദൈവം എന്നാണ്ട് കാല് തന്നിട്ടുണ്ട്. ഞാനൊരു ഒറ്റ ഓട്ടം വെച്ചെടുക്കും. പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നാലേ അവളെന്നെ തല്ലുള്ളൂ. എന്നാൽ ഞാനും കൂടെ വരാം. വല്ല റെയിലും തലവെച്ച് ചാവാനോ? ഒരോളൊക്കെ PPP, ഒരോളത്തെ നേതാവ്. മുട്ട വേണോ? മുട്ട ഒന്ന് പോയിക്കേടി വന്നു. ഇവിടെ ഉള്ള മുട്ട എന്ത് ചെയ്യുന്ന അറിയാൻ പാടില്ലായിരിക്കും. അവളുടെ ഒരു മുട്ട നീ പോടി. മനഃപൂർവ്വം നേതാവേ, മനഃപൂർവ്വം. ആ ഗുസ്തിക്കാരൻ വന്നു കയറിയതിന്റെ ബലത്തിലാ. ശരിയാ, അവനെ നമ്മൾ കൂടുതൽ കാലം ഇവിടെ അരിയിട്ട് വാഴിച്ചുകൂടാ. എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് ഓടിക്കണം. അങ്ങനെ ഒരു അഭ്യാസവും പെണ്ണുങ്ങൾ പഠിക്കണ്ട, പഠിച്ചുകൂടാ. മക്കളെ എന്തായി കളിക്കണേ? കഴിഞ്ഞില്ലേ? വേഗം ഇന്ന് നിരവധി വേഗം നടക്ക്. അമ്മേ, ഭക്ഷണം മേശപ്പുറത്ത് അടച്ചു വെച്ചിട്ടുണ്ട്. മരുന്നെല്ലാം കൃത്യമായിട്ടെടുത്ത് കട്ടിലോട് വെച്ചിട്ടുണ്ട്. തുണിയൊക്കെ അലക്കി ടയറിലോട്ടിട്ടുണ്ട്. അത് ഞാൻ വന്നിട്ട് സ്ഥിരട്ടില്ല. പോരെ മക്കളെ, അമ്മൂനോട് യാത്ര പറ. പോയി വാ മക്കളെ. ആരാണിത്? അയ്യോ, മമ്മിയ. ഹലോ, ആ രാഗിണി, ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയിരുന്നേ. ഇല്ല, അമ്മക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ പൊന്നു പോലെ നോക്കുന്നുണ്ട്. എന്താണ് രാഗിണി ഇങ്ങനെയൊക്കെ പറഞ്ഞാല്? ഒരു കാര്യം ചെയ്യ്, ഈ അമ്മയോട് നേരിട്ട് ചോദിക്ക്. ഞാൻ അമ്മ ഫോൺ കൊടുക്കാം. അമ്മേ, രാഗിണിയാ സിംഗപ്പൂരിന്ന്. ഹലോ മോളെ, സുഖാണല്ലേ? എനിക്കിവിടെ ഒരു കുഴപ്പമില്ല മോളെ. പെണ്ണിന് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റിയ ഇങ്ങനെ ഒരു നാട് ലോകത്ത് എവിടെയുള്ളത്? അതന്നെ. ഞാൻ പിന്നെ കേട്ടല്ലോ, രാഗിണി സ്കൂളിൽ ബെല്ലടിക്കാറായി. വൈകിട്ട് വിളിച്ചാ പോരെ? അച്ഛാ പോട്ടെ, അമ്മ പോട്ടെ. അല്ല, ഇതാരൊക്കെയാ? അല്ല, ഒന്ന് പരിചയപ്പെടുത്താൻ. മദനൻ ആണാണെങ്കിലും പെണ്ണുങ്ങളുടെ ആളാ. അല്ല, ഇവരുടെ സൈഡാണെന്ന് പറയരുത്. അതെ, ലക്ഷ്മിയമ്മ പരിചയപ്പെടുത്തുന്ന കാര്യ പറഞ്ഞത്. അങ്ങനെ എന്നാ നിങ്ങള് ചെല്ല്. വാ മക്കളെ. നമസ്കാരം ലക്ഷ്മിയമ്മേ. നമസ്കാരം. ഇത് ചന്ദ്രു, ഞങ്ങളെ ട്രെയിൻ ചെയ്യാൻ വന്ന ആളാ. ഓ, ലക്ഷ്മിയമ്മ ഈ നാടിന്റെ മുത്തശ്ശിയാ.
മുത്തശ്ശിനെ അനുഗ്രഹിക്കണം. പെണ്ണിന്റെ ശക്തി അറിയാവുന്നവനാ. മോൻ എഴുന്നേൽക്കൂ. നന്നായി വരും. നാളെ മുതലാ ട്രെയിനിങ്. ലക്ഷ്മിയമ്മ തന്നെ ഒന്ന് ഉദ്ഘാടനം ചെയ്തു തരണം. മോന്റെ നാട്ടിലും കാണും ഇത്തരം പ്രതിമകളും ചടങ്ങുകളും ഒക്കെ ഇല്ലേ? എന്നാൽ ആവശ്യത്തിന് ഓർമ്മിക്കാൻ മാത്രമുള്ളതല്ല ഞങ്ങൾക്ക് ഈ പ്രതിമ. ഇന്ന് ഈ നാട്ടിൽ തന്റെ അടുത്തോടുകൂടി ജീവിക്കുന്ന ഓരോ പെണ്ണിന്റെയും ആവേശമാണ് ഇവൾ, സാവിത്രി ദേവി. വർഷങ്ങൾക്ക് മുമ്പ് സാവിത്രി പടുത്തുയർത്തിയ സാമ്രാജ്യമാ ഇന്ന് നീ ഇവിടെ കാണുന്നതല്ല. അതിനും മുമ്പ് ആണുങ്ങളായിരുന്നു ഈ നാട് ഭരിച്ചിരുന്നത്. ആണിന്റെ അഹങ്കാരങ്ങളും സകല വൃത്തികേടുകളും കൊണ്ടു നടന്ന ഒരു പരമേശ്വരനും കൂട്ടരും. പെണ്ണിന്റെ മാനത്തിന് പോലും വില കൽപ്പിക്കാത്ത ഒരു നാറിയ ഭരണം. പെണ്ണുങ്ങൾക്ക് അത്രയൊക്കെ ഉള്ളൂ, അതൊക്കെ മതി. സ്ത്രീവിരുദ്ധ നയങ്ങളായിരുന്നു അവരെ അടിമുടി നടപ്പാക്കിയിരുന്നത്. ഇതെന്ത് ന്യായമാ സാറേ? ഒരേ പണിക്ക് ആണിനും പെണ്ണിനും രണ്ടു തരം കൂലി. ഇവരും പൊരി വേലത്ത് കഷ്ടപ്പെട്ടല്ലേ പണിയെടുക്കുന്നത്. പെണ്ണുങ്ങളും മിണ്ടാൻ തുടങ്ങിയ ഈ പൊന്നാപുരത്ത്. പെണ്ണെന്താ മിണ്ടിയാൽ? ഇവരുടെ അധ്വാനത്തിനും മാന്യമായ കൂലി കൊടുത്തേ പറ്റൂ. അഥവാ കൊടുത്തില്ലെങ്കിൽ നാളെ മുതൽ ഒരൊറ്റ പെണ്ണും പഞ്ചായത്തിന്റെ പണിക്ക് ഇറങ്ങില്ല. വാ. അതൊരു തുടക്കം മാത്രമായിരുന്നു. നാടിനെ അടിച്ചമർത്തുന്ന എല്ലാ പ്രശ്നങ്ങൾക്കെതിരെയും അവൾ ഉച്ചത്തിൽ സംസാരിച്ചു, പ്രതികരിച്ചു. നേതാവ് കൃത്യസമയത്തിനെത്തി. നമസ്കാരം നേതാവ്. നമസ്കാരം. ഇങ്ങോട്ടെടുക്കട. ഇവിടുത്തെ ഹോട്ടലിൽ ഒക്കെ ഇല്ലടോ. പിന്നെ എത്ര കാലായി നമ്മുടെ കയ്യിലുള്ള സ്ഥലമായി. ഈ പുഴയ്ക്ക് ഞങ്ങൾ ഒരു പാലം ചോദിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞ റോട്ടിലൂടെ മണിക്കൂറുകൾ കാടും മലയും കയറിയിട്ട് വേണം ഞങ്ങൾക്ക് പുറം ലോകം കാണാനും തിരിച്ചു വരാനും. ഒരു ബോട്ട് സർവീസ് തുടങ്ങുന്നതിനെ കുറിച്ച് ഞങ്ങൾ ഗൗരവമായി ആലോചിക്കുന്നുണ്ട്. പിന്നെ ആന കാര്യമല്ലേ? വികസനമാണ് ഞങ്ങൾക്ക് വേണ്ടത്. അത് പറയാനും നടപ്പിലാക്കാനും ആണായാ പോരാ, നട്ടല് വേണം. അല്ല, അത് പിന്നെ കുറഞ്ഞ പക്ഷം നല്ല കുടിവെള്ളം തരാനെങ്കിലും ഞങ്ങൾ കേണപേക്ഷിച്ചു. ഇന്നും ഉപ്പുവെള്ളം കുടിച്ച് രോഗികളായിക്കൊണ്ടിരിക്കുക ഈ കരയിലെ കുഞ്ഞുങ്ങൾ മുഴുവനും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോ മാത്രം കഷ്ടപ്പെട്ടുള്ള ഈ വരവുണ്ടല്ലോ നേതാവേ, അതിനി ഇങ്ങോട്ട് വേണ്ട. ഈ നാടിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. എന്ത് നാട് ഇതല്ലോ പറഞ്ഞാട്ടെ. ഇല്ലാത്ത സമയം ഉണ്ടാക്കി വന്നിട്ട് ഇനി വേറെ വല്ല പഞ്ചായത്ത് നോക്കാം. വലിയ കാര്യങ്ങൾ ആലോചിച്ച സമയം കളയണ്ട. പെണ്ണുങ്ങളുടെ സ്ഥാനം അടുക്കളയില്ല, അരങ്ങത്ത് വേണ്ട. മനസ്സിലായല്ല? അന്ന് ഈ നാട്ടിലും ഉണ്ടായിരുന്നു ആണുങ്ങൾക്ക് ആഘോഷിക്കാനും അലമ്പുണ്ടാക്കാനും മാത്രമായിട്ടൊരു കള്ള് ഷാപ്പ്. പരമേശ്വരന്റെ പരോക്ഷമായ പിന്തുണയോടെ ആയിരുന്നു സകല തോന്നിവാസങ്ങളും അവിടെ നടന്നിരുന്നത്. വേലയും കണ്ടു മടങ്ങുമ്പോൾ നീ എന്താടി ഇട്ട് പോയിക്കുന്നേ? ഇതങ്ങോട്ട് കത്തണ്ടേ? മോനെന്തേടി? അവനെവിടെ ഉണ്ടല്ലോ. ഭൈരവാ, ഇവിടെ ഉണ്ടാച്ചാ നീ ഉണ്ടാക്കി വെച്ച എല്ലായിടത്തും കൊണ്ട് കൊടുക്കടാ. ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. അയ്യപ്പ, നാട്ടിലെ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും മനസമാധാനത്തോടെ ജീവിക്കാൻ വയ്യ. ഒന്നുകിൽ ഇത് പൂട്ടണം, അല്ലെങ്കിൽ ഇവിടുന്ന് മാറ്റണം. ഇത് ആരപ്പാ ഇത്? ഉണ്ണിയാർത്തിയോ അതോ ജാൻസി റാണിയോ? ഇത് പൂട്ടണം പോലും. നിങ്ങളിവിടെ ഇറക്കി വിടാൻ അറിയാത്തോണ്ടല്ല, നിങ്ങളോട് മാന്യമായിട്ട് സംസാരിക്കാൻ വന്നതാ. ഇതെന്താ ചോറ? എനിക്കുണ്ട് ഒരു കുടുംബം, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഒന്ന് പോയേച്ചി. എത്ര പറഞ്ഞിട്ട് ഒരു ഫലവും ഉണ്ടായില്ല.
ഒടുവിൽ ഈ നാടിനെ നടുക്കിയ ഒരു വലിയ ദുരന്തം തന്നെ നടന്നു. സാവിത്രിയായിരുന്നു അന്ന് എല്ലാറ്റിനും മുന്നിലുണ്ടായിരുന്നത്. തൃപ്തിയായില്ലേ? എത്ര തവണ ഞാൻ പറഞ്ഞു, കേട്ടില്ലല്ലോ. പോ, എവിടേക്കാന്ന് വെച്ചാ പൊയ്ക്കോ, പോ. അവളുടെ നേതൃത്വത്തിൽ പെണ്ണുങ്ങൾ നടത്തിയ പോരാട്ടമാണ് ഈ നാടിന്റെ ചരിത്രം തന്നെ മാറ്റിയെഴുതിയത്. അന്നു തൊട്ട ഈ പൊന്നാവരം പെണ്ണിന്റെ നാടായി മാറിത്തുടങ്ങിയത്. പെണ്ണിന്റെ ഭാവിക്കും അവളുടെ പ്രശ്നങ്ങൾക്കും ഊന്നൽ നൽകുന്ന നാട്. തൊട്ടടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സാവിത്രിയും കുറെ പെണ്ണുങ്ങളും മത്സരിച്ചു ഈ നാടിന്റെ ഭരണം പിടിച്ചെടുത്തു. അങ്ങനെ സാവിത്രി ആദ്യത്തെ വനിതാ പ്രസിഡന്റുമായി. എന്നാൽ ഏതാണ്ട് 6 വർഷം പ്രസിഡന്റായിട്ട് ഭരിക്കാനേ സാവിത്രിക്ക് യോഗം ഉണ്ടായുള്ളൂ. ഒരിക്കൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി പഞ്ചായത്തിലെ നമുക്ക് എന്താ എന്താ പ്രസിഡന്റ്? ഒന്നുമില്ല. എന്താ പറ്റിയേ? ചതിച്ചല്ലോ പ്രസിഡന്റ്. ഭഗവാനെ, കൊത്തിയതല്ല, കൊത്തിച്ചതാ. പെണ്ണുങ്ങളുടെ ഭരണത്തിൽ വിരളി പൂണ്ട ആൺവർഗം ആസൂത്രണം ചെയ്ത കൊലപാതകം. തുടർന്നു വന്ന ഉപതെരഞ്ഞെടുപ്പിലാ ഞങ്ങളുടെ എല്ലാ ആഗ്രഹപ്രകാരം ഇവൾ സ്ഥാനാർത്ഥിയാവുന്നത്. അന്ന് തൊട്ട് ഇവളാ ഈ നാടിന്റെ നേതാവ്. എല്ലാം ഇട്ടെറിഞ്ഞ്
വർഷങ്ങളായി നാടിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഇവൾക്ക് നേരെ, സാവിത്രിയുടെ പെൺമക്കൾക്ക് നേരെ ഒരു അക്രമം ഉണ്ടായാൽ അത് ഈ നാടിന്റെ മാനത്തിന് വില പറയുന്ന പോലെയാ. അതുകൊണ്ട് മോൻ തുടങ്ങിക്കോ, ധൈര്യമായിട്ട് മുന്നോട്ട് വെക്കും. പെണ്ണിനെ പെണ്ണ് തന്നെ കാക്കേണ്ട പുതിയ കാലമാണിത്. പെണ്ണുലകം പെണ്ണുലകം പെണ്ണിൻ കയ്യിൽ ഈ ഉലകം. കൈവളകൾ പാടിവരും, കാത്തളകൾ ആടിവരും. പെണ്ണുലകം പെണ്ണുലകം പെണ്ണിൻ കയ്യിൽ ഈ ഉലകം. പെണ്ണിൻ കയ്യിൽ ഈ ഉലകം. ആണുടലോ കനൽ വീടൊരുകും ഈ ഉലകം പെണ്ണുലകം. ആണുടലോ കനൽ വീടൊരുകും ഈ ഉലകം പെണ്ണുലകം. Come on, move it. കാടിരിയും കണ്ണിണകൾ കൽപ്പന തൻ തീയലകൾ. കാടിരിയും കണ്ണിണകൾ കൽപ്പന തൻ തീയലകൾ. കടുകാല കരിതിരികൾ അണയട്ടെ ഇനി അമരട്ടെ. കടുകാല കരിതിരികൾ അണയട്ടെ ഇനി അമരട്ടെ. ഈ നാടിൻ പെൺപുലരി പുലരി ഇത് പൊൻപുലരി. ഈ നാടിൻ പെൺപുലരി പെൺപുലരി ഇത് പൊൻപുലരി. പെണ്ണിൻ കയ്യിൽ ഈ ഉലകം. പെണ്ണിൻ കയ്യിൽ ഈ ഉലകം. അറ്റാക്ക്. കായബലം പെൺകോയ്മബലം മേത്താരികളായി കോതാരികളായി വാളുകളായി ഉറുമികളായി വീശി വരുന്നൊരു ഉലകം. അതന്നെ. കായബലം പെൺകോയ്മബലം മേത്താരികളായി കോതാരികളായി വാളുകളായി ഉറുമികളായി വീശി വരുന്നൊരു ഉലകം. തൊട്ടുകളിച്ചാൽ വിടില്ല ഞങ്ങൾ, തൊട്ടുമടങ്ങാൻ മനസ്സുമില്ല. അമലകളെന്നൊരു പേരും വേണ്ട, അനതമ്പകളുടെ കഥയും വേണ്ട. ഉണരും പെണ്ണിൻ സമരമിത, ഉയരും മണ്ണിൻ ചരിതമിത. ഉയരും പെണ്ണിൻ സമരമിത, ഉയരും മണ്ണിൻ ചരിതമിത. പെണ്ണുലകം പെണ്ണുലകം പെണ്ണിൻ കയ്യിൽ ഈ ഉലകം. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ മേനണിങ്ങിയ പോലെ ഗൗരി. ആ വെള്ളം കൂടെ വാങ്ങി വെച്ചാ മതി. ഞാനേ ബുദ്ധിജീവിയാ. അതുകൊണ്ടാണ് നീ ട്രെയിനിങ്ങിന് പോവാത്തത്? അതെ, ബുദ്ധിജീവികൾ പൊതുവെ മേലനങ്ങാറില്ല. വെരി സോറി. അതന്നെ ഈ നാടിന്റെ കുഴപ്പം. അതെ, എന്റെ കടല നനച്ചത് അവിടെ. ഞാനിവിടെ എന്റെ ജെട്ടി നനച്ചോണ്ടിരിക്കുക. അപ്പോഴാ അവക്കടെ ഒരു കടല. എന്റെ അടുത്തല്ല കടലെന്ന് പറയാം. എന്റെ ആട്ടും പാല് കിട്ടിയില്ല. റെഡി. ശുദ്ധമായ ആട്ടിൻ പാല്. കണ്ണൂത്തി പഠിക്കണേ. താനിവിടെ ഉണ്ടായിരുന്നോ? എന്താണ് ഇത്ര തുറക്കാൻ താമസിച്ചേ? നിങ്ങൾ ഫിഷ് കറി ഫിനിഷ് ചെയ്യാറുണ്ടല്ലോ. ഫിഷ് കറി ഞാൻ ആറ്റു നോറ്റ് വളർത്തിയ പോയി. മസിൽ വരാനാ മസില്. അങ്ങനെ നീ മസലിന്റെ മുകളിൽ മസൽ വളർത്തണ്ട.
ഇതാണല്ലേ ഈ പെരുവണ്ണാപുരം. പെരുവണ്ണാപുരല്ലടാ, പൊന്നാപുരം. നല്ല ബെസ്റ്റ് സ്ഥലം. ഞാനേ അവൻ ഒന്നുകൂടെ വിളിച്ചു നോക്കാം. റേഞ്ച് കിട്ടുന്നില്ലല്ലോ. എന്ത് കൂതറ സ്ഥലാടാ ഇത്. ഓടിച്ചതിനാണ് കൈ കണക്കില്ല പുല്ല്. ബോട്ടിലായിരുന്നെങ്കിൽ ഇപ്പൊ നേരത്തെ എത്തായിരുന്നല്ലോ. അപ്പൊ നിനക്ക് ബൈക്കിൽ തന്നെ വരണം. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇവിടെ ചോദിക്കാന്ന് വെച്ചാൽ ഒരു പ്രേത കുഞ്ഞിനെ പോലും കാണുന്നില്ല. തോമാച്ച, മിക്കവാറും ഈ രാത്രി നമ്മൾ ഇവിടെ തന്നെ കിടക്കേണ്ടി വരും. അടിവായിട്ടിലൊരു വേദന, മുള്ളാനൊരു ശൗചാലയം. ശൗചാലയം അങ്ങോട്ട് പോയി പഠിക്ക. അവന്റെ ഒരു ശരിയാ, അതിന്റെ സുഖം വേറെ. മനുഷ്യനായ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം. വ്യത്യസ്ത ആരത്? രസമായൊരു അപ്പൂപ്പെട്ര. പേര് വിളിക്കല്ലടാ. ഇതെന്തിനാണ് മനസ്സിലായടാ? ഈ നാട്ടില് കള്ളു കൊണ്ടുവന്നതിന് ഇതെന്തിനാന്ന് മനസ്സിലായടാ? മനസ്സിലായ? പരസ്യമായി മൂത്രമൊഴിച്ചതിന്. ഇതെന്തിനാ? ആണായി പിറന്നതിന്. സത്യം പറയടാ, നീയൊക്കെ ആരാ? എവിടുന്നാ? ഞങ്ങള് സിറ്റിയിലെ ലോ കോളേജിലെ സ്റ്റുഡൻസാ. ചന്ദ്രുവിനെ കാണാനാ ഇങ്ങോട്ടേക്ക് വന്ന്. ചന്ദ്രു? ഇതാണോടാള്? ഇവൻ തന്നെയാ. ഇവനെ കാണാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഫിസിക്കൽ ട്രെയിനറായ ചന്ദ്രുവിനെ ലോ കോളേജ് സ്റ്റുഡൻസായ നിങ്ങൾക്ക് എങ്ങനെയാടാ പരിചയം? ഞങ്ങളുടെ ക്ലാസ്മേറ്റാ. ചന്ദ്രുവും പാറുവും തമ്മിൽ പൊരിഞ്ഞ പ്രേമത്തിലാ. കരവിരലിൽ നീതാ ചേക്കേറാൻ മുകിലുണർന്ന പോലിതാ മിഴിയിടകളിതാ തെളിയുമൊരു നില മലരായി വിടർന്ന വാനമാകയോ മൊഴി പകരുമിതാ പ്രണയമധുമഴ അറിയാതറിഞ്ഞൊരാ സുഖം തരും ഹരം. ആത്മാവിലെ ആദ്യാഭിലാഷജാലനം കാണാതെ കാണുന്നെന്നും നിൻമുഖം. ജന്മങ്ങളാ തേടുന്നു മാനസം ഒന്നായിരെന്നും യാത്രകൾ. പാറു ഒന്നും പറഞ്ഞില്ല. ഞാൻ ജീവിക്കുന്ന വീട്, നാട്, അവിടുത്തെ ആളുകൾ, സമ്പ്രദായങ്ങൾ, അതൊന്നുമായി പൊരുത്തപ്പെടാൻ ചന്ദ്രവിനെന്നല്ല ഈ ഭൂമിയിൽ വ്യക്തിത്വമുള്ള ഒരു പുരുഷനും ആവില്ല. ഇഷ്ടപ്പെട്ട പെണ്ണിനെ വീട്ടിലോട്ട് വിളിച്ചോണ്ട് ചെന്നാലും എന്റെ പപ്പ എന്നെ ഒന്നും പറയില്ല. പാറുവിന് സമ്മതമാണെങ്കിൽ അങ്ങനെ ഒളിച്ചോടി കല്യാണം കഴിക്കാനൊന്നും ഞാനില്ല ചന്ദ്രു. ഒരു കല്യാണം ഉണ്ടെങ്കിൽ അതെന്റെ ചേച്ചിയുടെ സമ്മതത്തോടെ വേണം. പൊന്നാപുരത്തെ മുഴുവൻ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും സമ്മതത്തോടെ വേണം. ഞാൻ വരും നിന്റെ ചേച്ചിയുടെ മനസ്സ് മാറ്റാൻ, നാട്ടുകാരുടെ മുഴുവൻ സമ്മതം വാങ്ങി നിന്നെ കൊണ്ടുപോകാൻ. അതിപ്പോ എന്തഭ്യാസം കാണിച്ചിട്ടാണെങ്കിലും. ഇങ്ങോട്ട് പോരുന്നു എന്ന് മാത്രമേ അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ അവനോട് പോലും പറയാതെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ചേച്ചി, ഇതിലിത്ര ആലോചിക്കാൻ എന്താ ഉള്ളത്? ഒരാൺ ട്രെയിനർ വന്നു എന്ന് കരുതി ഈ പഞ്ചായത്ത് ഇടിഞ്ഞു വിടാനൊന്നും പോകുന്നില്ലല്ലോ. അല്ല, എന്നാലും ഒരെന്നാലും ഇല്ല. ചേച്ചി ചെന്നാ കോമ്പറ്റീഷൻ കണ്ടു നോക്ക്.
ഒക്കെ നിന്റെ പ്ലാൻ ആയിരുന്നല്ലേ? എന്ത് പ്ലാൻ? നീയാണല്ലേ അവനെ ഇവിടെ വരുത്തിയത്? ചേച്ചി അത് അവളുടെ ഒരു പ്രേമം. പ്രേമിച്ച് കൂടെ ചെല്ലാനായിരുന്നെങ്കിൽ അതെനിക്ക് എന്നേ ആവാമായിരുന്നു ചേച്ചി. ചേച്ചി അടക്കം എല്ലാവരുടെയും സമ്മതത്തോടെ വേണമെന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. ഞാൻ സമ്മതിച്ചിട്ട് അത് ഈ ജന്മം നടക്കില്ല. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇത് നടക്കില്ല. ഞങ്ങള് കണ്ടുപിടിച്ചു തരും ഈ നാടിനും വീടിനും ചേർന്ന ഒരുത്തനെ. അല്ലാതെ തോന്നിയ പോലെ പ്രേമിച്ച് കെട്ടി ജീവിക്കാൻ നീ കരുതണ്ട. നീയല്ല, പൊന്നാപുരത്തെ ഒരു പെണ്ണും കരുതണ്ട. എന്താടാ? ഭൂകമ്പം. പൊന്നാപുരം വീട്ടിൽ ഭൂകമ്പം. ആ വരച്ച ചക്കനെ കാണാൻ വേണ്ടി പെണ്ണുങ്ങൾക്ക് സംഘമായിട്ട് പോയേക്കാം മൈതാനത്തേക്ക്. കാര്യം പ്രസിഡന്റ്, ഞാനിത് അന്നേ പറഞ്ഞാലേ ചേച്ചി വലയിട്ടൊക്കെ മതി. വാ ട്രംപിന്റെ നയത്തോട് യോജിക്കാനാവില്ലെന്ന് TC ജോർജ്. എന്താ കാര്യം? ഞാൻ ശരിയാക്കി തരാട്ടോ. കാര്യം പറഞ്ഞില്ലേ? എന്താ പ്രശ്നം? സ്ഫോടനം സ്ഫോടനം. നീ ഓടി ഇങ്ങോട്ട് ഓടി പോരാ. പട്ടാളത്തിന് വിളിക്കട്ടെ, പട്ടാളത്തിന്. കൊടുക്ക് മീനാക്ഷി, രണ്ടെണ്ണം കൂടെ അവന്മാർക്ക്. വൃത്തിട്ടവന്മാരാ, എന്ത് വില കൊടുത്ത് അച്ഛനങ്ങളെ രക്ഷിക്കണം. ഒരല്ലമ്പലുള്ള പരമാണല്ലേ. കുഞ്ഞുബേബിനജി ഇന്ന് സ്കൂളില്ല. അപ്പൊ എനിക്കല്ല, 2 ദിവസം സ്കൂളില്ല, സ്കൂളേ ഇല്ല, ആരും പത്രം ഉണ്ടാവില്ല. അല്ല ഇങ്ങോട്ട് അത് നട്ടലില്ലാത്തോണ്ട് പറയേണ്ട കാര്യമില്ലടാ. നടക്ക്. ചതിക്കല്ല മക്കളെ, അല്ലെങ്കിൽ തന്നെ ഞാനത് നോക്കത്തില്ല. നമുക്ക് ഇവർക്ക് 2 എണ്ണം കൊടുത്തിട്ട് പോയാലോ? ഇത് 2 പെൺപിള്ളേരാ, അവര് നമുക്കിട്ടെയാണ്. ചൊറിയൻ തലയാ. പെണ്ണിനെ പറ്റിക്കാൻ എളുപ്പമാ, പക്ഷെ ഒന്ന് നീ മറന്നു, ഇത് പൊന്നാപുര. സംശയിക്കണ്ട, ഇവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും സംഗതികൾ എത്രത്തോളമായ സ്ഥിതിക്ക് നേരിട്ടങ്ങ് പറയാം. പാറുവിനെ കൊണ്ടുപോകാൻ തന്നെയാ ഞാൻ വന്നത്. നിന്റെ വേഷം കെട്ടും അഭ്യാസമൊക്കെ ഇതിനായിരുന്നല്ലേ? കണ്ടം വഴി ഓടിക്കുന്നെ പൊന്നാപുരത്ത് 1000 കണ്ടം വഴി കൊണ്ടുപോയിരിക്കും. ഞങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ടല്ലാതെ ഇവന്റെ മേൽ ഒരു തരി മണ്ണ് വീഴാൻ ഞങ്ങൾ സമ്മതിക്കൂല. എവിടെയാണാ പോണത്? ഇവരെന്റെ ഫ്രണ്ട്സാ, കൂടെ നിന്നിരിക്കും. മോൻ ധൈര്യമായിട്ട് വിളിച്ചോ, ഇവരാരും ഒന്നും ചെയ്യൂല. ഇനി അങ്ങോട്ടുള്ള കളി ഞങ്ങൾ ആണുങ്ങൾ തീരുമാനിക്കും. മോനെ ചന്ദ്രു, മുടിയാ, നിങ്ങൾക്ക് എത്ര നാള് വേണേലും ഇവിടെ താമസിക്കാം, ഞങ്ങളുടെ അനിയന്മാരെ പോലെ. കഴിക്കേ. അതെ, ഞങ്ങള് പൊന്നാപുരത്തെ ആണുങ്ങള് മനസ്സറിഞ്ഞുണ്ടാക്കിയ ബീഫ് റോസ്റ്റും അപ്പോ കഴിച്ചോ കഴിച്ചോ. മോനെ നീ ധൈര്യമായിട്ടിരിക്കെ. പാറുവിനെ നിനക്ക് ഞങ്ങൾ കെട്ടിച്ചേരാം. നടക്കും. പകരം നീ ഞങ്ങൾക്ക് എന്ത് തരും? എന്ത് വേണം? സൂര്യൻ അസ്തമിക്കാത്ത ഈ പെൺഭരണം അവസാനിപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം പ്രസിഡന്റിന്റെ ആ കസേരയിരുന്ന് എനിക്കൊന്ന് അർമാദിക്കണം. ആണാത്ത എന്താണെന്ന് അവൾക്കൊന്ന് കാണിച്ചു കൊടുക്കണം.
കല്യാണം കഴിഞ്ഞിട്ട് ഈ നിമിഷം വരെ കാണിക്കാൻ പറ്റാത്ത ആണത്തായി ഇനി. മതി മതി മതി, കൂടുതൽ ചൊറിയാൻ നിൽക്കണ്ട. സകല സ്വത്തുക്കളും PPPക്ക് വേണ്ടി സമർപ്പിച്ച് വർഷങ്ങളായി നിന്നെയൊക്കെ തീറ്റി പോറ്റുന്ന എന്നോട് തന്നെ ഇത് പറയണം. നഷ്ടപ്പെട്ടു പോയ ആണത്തം തിരിച്ചു പിടിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. കൊച്ചേശവാ ഒഴിയണം. എന്നാലും ഭയങ്കര നാണക്കേടായി പോയി. ഇനി എങ്ങനെ നാട്ടുകാരെ മുഖത്ത് നോക്കും? ആത്യന്തികമായി പുരുഷൻ എന്നും സ്ത്രീയുടെ ശത്രുവാ. അതുകൊണ്ട് തന്നെ ട്രെയിനറായിട്ട് ഒരു പുരുഷനെ കൊണ്ടുവരുന്നതിന് ഞാൻ അന്നേ എതിരായിരുന്നു. കൊടു പ്രസിഡന്റ് ഒന്നും കൂടി നോക്കണമായിരുന്നു. നമ്മളെല്ലാവരും ചേർന്നല്ലേ അയാൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇതൊക്കെ ഇങ്ങനെ വരുമെന്ന് ഞാൻ വിചാരിച്ചോ? ഇനി ഏതായാലും കുറച്ചു നാളത്തേക്ക് പുറത്തുനിന്ന് ഒരുത്തനും ഇവിടെ വന്ന് താമസിക്കണം. ഇവിടെ രഹസ്യവും കൂടുക. ഇയാളെ ആരെ ഇങ്ങോട്ട് കയറ്റി വിട്ടേ? പിന്നെ പാർലമെന്റിലെ പാസ് എടുത്ത് ഇങ്ങോട്ട് കയറുക. നമ്മൾ വേണമെങ്കിൽ പായിട്ട് ഇവിടെ കിടക്കും. ഒരു ഇന്ത്യൻ പൗരന് ഈ നാട്ടിൽ എവിടെ വേണമെങ്കിലും വരാം, താമസിക്കാം. അതിന് പ്രത്യേകിച്ച് ഒരു പാസ്പോർട്ടിനും വിസയുടെ ആവശ്യമില്ല. ആണുങ്ങൾക്ക് എന്താ പഞ്ചായത്ത് കാര്യം? ഇറങ്ങി പോണം മിസ്റ്റർ. ഇനി പ്രതിപക്ഷത്തിന്റെ കൂടെ അഭിപ്രായം കേൾക്കണം. ഇനി തൊട്ട് അങ്ങോട്ട് പറയാനുള്ളത് ശക്തമായിട്ട് പറയാൻ തന്നെയാണ് ഞങ്ങൾ ആണുങ്ങളുടെ തീരുമാനം. എങ്ങാണ്ട് നിർത്തിന് ഇറക്കിക്കൊണ്ട് വന്നിരിക്കുക നമ്മുടെ അടിവേര് ഇളക്കാൻ വേണ്ടിട്ട്. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി എന്ന് കരുതി അത് മുതലെടുക്കാന്നൊന്നും ആരും കരുതണ്ട. മുതലെടുക്കും പേടിച്ചില്ലേ? ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കും, എന്നിട്ട് വീണ്ടും അധികാരം പിടിച്ചെടുക്കും. ഈ ഞാൻ തന്നെ പ്രസിഡന്റ് ആകുകയും ചെയ്യും. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഈ കസേര ഞാൻ ഇരിക്കും. മതി മതി, ഓവറാക്കണ്ട, വാ പോവാ. ഇവൻ പറഞ്ഞതുകൊണ്ടോ ഒക്കെ എല്ലാരും ഒന്ന് കരുതിയിരുന്നോ? പുന്നാവൃത ആണുങ്ങളെ തുടങ്ങാൻ പോവാ. ഒരു 1.5 തുടക്കം കാണാം. നമുക്കും കാണും. ഓക്കെ. പോലീസിനെ വെച്ച് കളിക്കുമ്പോ വളരെ സൂക്ഷിക്കണം. പ്രതിപക്ഷ നേതാവിന്റെ വീടോ പാർട്ടി ഓഫീസോ ഇപ്പൊ റെയ്ഡ് ചെയ്യാതിരിക്കുന്നതാ നല്ലത്. പണ്ടേ ആ മദ്യദുരന്തം മുൻകൂട്ടി കണ്ടവളാ ഈ ഈശ്വരിയമ്മ. അന്ന് സാവിത്രിയോട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറഞ്ഞത് ഞാനാ. ഈ നാട് ഭരിക്കാൻ പോകുന്നത് പെണ്ണുങ്ങളായിരിക്കുമെന്ന് എനിക്ക് അന്നേ അറിയായിരുന്നു. അതേ ഞാനിപ്പോ പറയാ. പൊന്നാപുരത്തെ പെൺഭരണം അവസാനിക്കാൻ പോകുന്നു. കസേരകൾ തെറിക്കാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നു. പറഞ്ഞു പേടിപ്പിക്കാതെ. ഇത്തിരി മനസമാധാനത്തിന് വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നത്. ഇതിപ്പോ ഉള്ളതും കൂടെ പോയി കിട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാന് ആപ്പ ഉപ്പ കൈനോട്ടക്കാരിയൊന്നും അല്ല. അധികാരത്തിന്റെ ഇടനാഴികളുമായി അടുത്ത ബന്ധമുള്ള രാഷ്ട്രീയ ജ്യോത്സ്യയാ. പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. അത് നടന്നിട്ടുണ്ട്, ഇനി നടക്കുകയും ചെയ്യും. ഈശ്വരമ്മ സമാധാനപ്പെടും. കൗസല്യ പറഞ്ഞതുകൊണ്ട് അല്ല, ചുരുക്കത്തിൽ ഈശ്വരിയമ്മ എന്താ പറഞ്ഞു വരുന്നേ? വളരെ സൂക്ഷിക്കണം. ഒരു പ്രണയ കലാപം തന്നെ ഉടനെ ഈ നാട്ടിൽ നടക്കും. അതിശക്തമായ ഒരു പ്രേമ വിപ്ലവം.
ചന്ദ്രു സുഖല്ലേ? ഫോൺ ചേച്ചിയുടെ കയ്യിലായി പോയി. Are you all right? ഹേയ്, കുഴപ്പമില്ല. ഒന്ന് കാലുമാറേണ്ടി വന്നു പ്രതിപക്ഷത്തോട്ട്. പക്ഷെ ഇത്രയും വഷളാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒക്കെ ഭംഗിയായി നടക്കും, പാറു ആഗ്രഹിച്ച പോലെ, എല്ലാവരുടെയും സമ്മതത്തോടു കൂടി. പക്ഷെ കൂടെ നിന്നേക്കണം നല്ല കട്ടയ്ക്ക്. മടിക്കാൻ എന്താണെന്താണേ മനസ്സിൽ എന്താണെന്താണേ ഇടയ്ക്ക് നിൽക്കാൻ എന്താണേ നിനക്കായി കൂടെ ഞാനില്ലേ മടിക്കാൻ എന്താണെന്താണേ മനസ്സിൽ എന്താണെന്താണേ ഇവനിലായി ഒത്തിരി ഒത്തിരി മുത്തായി പെയ്യും രാധേ എവിടെ സഖിജനം ഇന്നെങ്ങോ നിഴലുപോൽ അപ്പുറമിപ്പുറമെത്തുന്നില്ലേ കൂടെ ഇതിലെ അവരണയുന്നില്ലേ മടിക്കാൻ എന്താണെന്താണേ മനസ്സിൽ എന്താണെന്താണേ തുടികളിൽ ഇപ്പോഴും ഇപ്പോഴുമില്ലേ മൗനം തോഴി മിഴികൾ തളരിതമായി എന്തേ ഹൃദയമോ അക്കരെ അക്കരെ ഏതോ വാനം തേടി കനവിൻ ഇരുചിറകായി താനേ നിലവുലതകളായി അതിലു നീ മുകുളമായി പ്രണയമധുരമേ മടിക്കാൻ എന്താണെന്താണേ മനസ്സിൽ എന്താണെന്താണേ ഇടയ്ക്ക് നിൽക്കാൻ എന്താണേ നിനക്കായി കൂടെ ഞാനില്ലേ ഇതൊക്കെ കണ്ടാണ് ഇവിടുത്തെ പെമ്പിള്ളേര് വളരേണ്ടത്. പ്രസിഡന്റ് എത്രയും പെട്ടെന്ന് അവളെ കെട്ടിച്ചു വിടാൻ നോക്ക്. അല്ല, പ്രായമായി വെച്ച പെമ്പിള്ളേർ ഇങ്ങനെയുണ്ടോ? അതെങ്ങനെയാ? കൂടുതൽ പഠിച്ചതിന്റെ അഹങ്കാര. ഈ നാട്ടിൽ ഒരു പെൺകുട്ടിക്കും കിട്ടാത്ത വിദ്യാഭ്യാസം കിട്ടിയതിന്റെ ധിക്കാരം. എന്താ എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. പ്രസിഡന്റ്, ലക്ഷ്മിയമ്മക്ക് സുഖമില്ല. രാഗിണി പുറപ്പെട്ടിട്ടുണ്ട്. മോള് പോകുമ്പോഴുള്ള നാടല്ല ഇപ്പൊ. പോയ ആളല്ല ഞാനും. അമ്മേ അമ്മ ഏതാ ഡാഗിനി വന്നിട്ടുണ്ട്. സോറി, രാഗിണി വന്നിട്ടുണ്ട്. എല്ലാം പോയില്ലേ? എത്ര നല്ല നാടായിരുന്നു.
ഞാനെന്ത് ചെയ്ത്? പ്രസവം വന്നോ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ നല്ലപോലെ നോക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, എപ്പോ വിളിച്ചാലും നാടിനെ കുറിച്ച് അഭിമാനത്തോടെ പറയാറുള്ള അമ്മയാ. നീങ്ങി വന്നേ. എന്റെ കുറ്റം പറയാൻ പോയിരിക്കും. അമ്മേ, ഈ വലിയ നിർത്തി ഒന്ന് നീക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ അമ്മനെ നോക്കിയില്ലായിരുന്നു ഓളെന്നെ പഞ്ഞിക്കിടൂ. നിർത്താൻ പറയുമ്പോ കൂട്ടുക. അവനെ ഇങ്ങനെ കയറി വിടാനാണോ നിന്റെ ഭാവം? അതിലും ഭേദം നീ വേറെ വല്ല പണിക്കും പോകുന്നതാ. എവിടെ പോയി നിന്റെ ധൈര്യമൊക്കെ? ആ ചങ്കൂറ്റം എന്തെയാണെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഒരീച്ച പോലും അറിയാതെ അവർ ഈ നാട്ടി ഓടിക്കണം. അതിന് നല്ല കയ്യൂക്കൊള്ള ആണുങ്ങളെ കൊണ്ടേ പറ്റൂ. കൊട്ടേഷൻ ഏയ്, അതൊന്നും ശരിയാവില്ല. ട്രെയിനിങ്ങിന് തന്നെ ഒരാണിനെ കൊണ്ടുവന്നതിന്റെ പ്രശ്നങ്ങളാ ഞാനിന്ന് അനുഭവിക്കുന്നത്. അതുകൊണ്ട് കൂടിയാ പറയുന്നത്, ഈ നാടിന്റെ പ്രതീക്ഷ നിന്റെ പെങ്ങള്. അവളുടെ നന്മയ്ക്കൂടി വേണ്ടിയാ. നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ അവരോടൊന്ന് ആലോചിച്ചിട്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ മാത്രം അറിഞ്ഞാ മതി. ഒക്കെ ഞാൻ അറേഞ്ച് ചെയ്യാം. ചില കാര്യങ്ങൾക്ക് ആണുങ്ങൾ തന്നെ വേണം. കാലങ്ങളായി എന്നെ പോലുള്ള രാഷ്ട്രീയക്കാരെ കാലുകുത്താൻ സമ്മതിക്കാത്ത നാട്. ഒടുവിൽ ഞങ്ങള് തന്നെ വേണ്ടി വന്നില്ലേ ഒരത്യാവശ്യത്തിന്? നാട്ടിൽ എത്രയോ ബാറുകൾ യഥേഷ്ടം തുറന്നു. ഒരു കള്ള് ഷാപ്പിന്റെ ലൈസൻസിന് വേണ്ടി ആ പഞ്ചായത്ത് ഓഫീസിൽ എത്ര തവണ കയറി ഇറങ്ങി, തന്നില്ല. എന്നിട്ടോ നാട് നന്നായോ? ഈ ജനാധിപത്യ രാജ്യത്ത് അങ്ങനെ മറ്റൊരു രാജ്യമായി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നന്ന്. ഇരിക്ക്. ഏതായാലും കാര്യങ്ങൾ എനിക്ക് വിട്ടേക്ക്. രാഗിണി പറയുമ്പോ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അവന്മാരെ തീർക്കാൻ എന്റെ പിള്ളേർക്ക് ഒറ്റ രാത്രി മതി. ആരും അറിയാതെ വേണം. കൊല്ലണ്ട, നാട്ടിൽ നിന്ന് അവനെ ഓടിച്ചാ മതി. ഇപ്പൊ നേതാവ് പറഞ്ഞ പോലെ ഒറ്റ രാത്രി. ദാ പോരെങ്കി പറഞ്ഞാ മതി. നാളെ പൊന്നാമ്പുരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. പ്രസിഡന്റിന്റെ അമ്മ സാഹത്തിലൂടെ ചരമവാർഷിക ദിനം. എങ്കിൽ അതിലും നല്ലൊരു ദിവസം വേറെ കിട്ടാനില്ല. ഞാൻ നോക്കിക്കോളാം. നാളെ എന്റെ പിള്ളേരങ്ങെത്തും. എന്നാ ശരി, കാണാം. അതെ, പകല് മുഴുവൻ ഇവിടെ നിന്നോ. കാര്യം കഴിഞ്ഞ് രാത്രി തന്നെ സ്ഥലം കാലിയാക്കണം. മനസ്സിലായോ? എന്തോ അല്ല, പറഞ്ഞെന്നുള്ളൂ. പോട്ടെ, ഒന്ന് പോട്ടെ.
സാബു ദൈവം ഈ രാത്രി ഒന്ന് കഴിഞ്ഞു കിട്ടിയാ മതിയായിരുന്നു. ഇവിടെയാണെങ്കിൽ അധികം നേരം നിൽക്കുന്നത് അത്ര പന്തിയല്ല. കയറി വേഗം. കൗസലേച്ചി എമ്മക്കും കളിക്കായിരുന്നല്ലേ കോൽക്കളി? വരുന്നുണ്ട്. എന്തായി ഒരുക്കങ്ങളൊക്കെ? എല്ലാം റെഡിയാ. പെണ്ണുങ്ങളുടെ കോൽക്കളി എത്തവണ പ്രഭാത പേര് ഗസയ്യ കണ്ടില്ലല്ലോ. പെട്ടെന്നല്ലേ പ്രസിഡന്റ് വിളിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നേ, ഓരോ തലവേദനകള്. ഒന്ന് പിടിച്ചേ. എന്താ എന്ത് പറ്റി? ഇതിൽ കൂടുതൽ എന്ത് പറ്റാൻ? ഇങ്ങ വന്നേ ഞാൻ പറയാം. എന്താ എന്താ എന്താ? അതെ, എനിക്ക് ഈ നുണ പറയുന്ന ശീലം പണ്ടേ ഇല്ല. എന്നാലും ഞാൻ പറയാം. ആ ചന്ദ്രുവിനെയും കൂട്ടരി നാട്ടിൽ നിന്ന് ഓടിക്കാൻ പ്രസിഡന്റ് കൊട്ടേഷൻ കൊടുത്തിരിക്കുക. 3 ഭയങ്കരന്മാർ കണ്ടാ തന്നെ മൂത്രമൊഴിക്കും. അയ്യോ, പക്ഷെ പഞ്ചായത്ത് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ. അതല്ലേ എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ പറഞ്ഞു എന്ന് പറയരുത്. ഇനി നിങ്ങളായിട്ട് ആരോടും പറയാനും നിൽക്കരുത്. കുറച്ച് തിരക്കണ്ടേ? ഈ കൊട്ടേഷൻ കൊടുക്കാന്നൊക്കെ പറഞ്ഞാല് അത് നമ്മളറിയാതെ പ്രസിഡന്റ്. അതെ, എത്ര ഗുണ്ടകളാന്നാ പറഞ്ഞേ? ഇനി നീ ഇതാരോടും പറയാൻ നിൽക്കണ്ട. അത് ഞാൻ ഏറ്റു. ഹലോ രാഗിണി, ഒരു മിനിറ്റ്. ഹലോ, ഇല്ല, വിവരമൊന്നും കിട്ടിയിട്ടില്ല. ഞാനും കാത്തിരിക്കുക. ശരി, വിളിക്കാം. കൊന്നോ അതോ കൈയും കാലും വെട്ടി പുഴയിലെറിഞ്ഞോ? നീ എന്തൊക്കെയാ പറയുന്നേ? ഒളിക്കണ്ട. ചേച്ചി കൊട്ടേഷൻ കൊടുത്ത കാര്യം ഹിപ്പ് നാട്ടി പാട്ടാ. നമ്മള് പെണ്ണുങ്ങൾക്ക് എന്തേലും ഒരു കാര്യം രഹസ്യമാക്കി വെക്കാൻ പറ്റുമോ ചേച്ചി? എന്നോടൊരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. കരഞ്ഞി കാല് പിടിച്ചിട്ടാണെങ്കിൽ ഞാൻ അവനെ തിരിച്ചയക്കുമായിരുന്നല്ലോ. ചന്ദ്രുവിന് എന്തെങ്കിലും സംഭവിച്ച നോക്കിക്കോ, പിന്നെ ഞാൻ ജീവിച്ചിരിക്കും. ഹലോ, അതിദാരുണമായ ഒരു അക്രമ സംഭവമാണ് ഇന്നലെ രാത്രി പൊന്നാപുരം പഞ്ചായത്തിൽ നടന്നിരിക്കുന്നത്. പഞ്ചായത്ത് ഓഫീസ് തന്നെയാണ് ഇവിടെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. 9ാം ചരമവാർഷിക ദിനം ആചരിച്ച അതേ രാത്രിയിൽ ഈ നാടിന്റെ വിപ്ലവ നായിക സാവിത്രി ദേവിയുടെ പൂർണ്ണകായ പ്രതിമയാണ് സാമൂഹ്യ വിരുദ്ധരാൽ ഇന്നലെ രാത്രി ഇവിടെ തകർക്കപ്പെട്ടിരിക്കുന്നത്. ഇതിപ്പോ ഇന്നലെ 12 മണിയോട് കൂടിയിട്ട് മൊത്തമാണ്. ഇമാതിരി ശത്രുതയുള്ളവരാരായിരിക്കും? പൊന്നാപുരം ഗ്രാമത്തെ ഭീതിയിലാഴ്ത്തിയ പ്രസിഡന്റ് വന്നു. ഇന്നലെ രാത്രി പ്രോഗ്രാം നടക്കുന്നതിന്റെ ഇടയിലാണ് ഇവിടെ. നേരിട്ട് ചോദിക്കാം. മാഡം, ഇതിന് പിന്നിൽ ആരാണെന്നാണ് മാഡത്തിന്റെ അതെ, ബൈറ്റ് ഞാൻ തന്നാ മതി. പോരാ. മാഡം പ്ലീസ്, എന്തെങ്കിലും ഒന്ന് പറയൂ. ഇതിന് പിന്നിൽ ആരാണ് പ്രസിഡന്റിന് തോന്നുന്നത്?
പ്രസിഡന്റിന്റെ അഭിപ്രായമാണ് നാട്ടുകാർക്ക് അറിയേണ്ടത്. രാഗിണി, ചടുക്കി നേതാവൻ. നേതാവ് എങ്ങോട്ടാ പോകുന്നത്? നീ ഒന്നും മിണ്ടായിരിക്കേ. തേടി വള്ളി കനാലിച്ചു. ചമ്പന തുമ്പനോട്ടല്ലോ. വീണ് വീണ് വീണു. ആ മതി മതി. എന്റെ മുത്തേ ചക്കരേ കലക്കി ഇങ്ങ വന്നേ. കൊടുക്കായി. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാനും ഒന്നും അറിയാത്തോലെ നിക്കുവാ കള്ളൻ. പെണ്ണുങ്ങളുടെ വൈറ്റ് ഹൗസ് തന്നെ തകർത്ത് കളഞ്ഞില്ലേ. അതിപ്പോ ഞാനൊരു ഉമ്മ വയ്ക്കും. ഇത് ഡെറ്റോൾട്ട് കഴിക്കോ? ഭ്രാന്താ. കാശും വാങ്ങി കാര്യം ഏറ്റെടുത്തിട്ട് ഇതാണല്ലേ പരിപാടി? ഇതൊന്നും ഇവിടെ നടക്കില്ല. നല്ല തണുപ്പ്. തീ കൈയായിരുന്നു. ഒറ്റ രാത്രി അതായിരുന്നു കരാറ്. സഹിക്കാവുന്നതിന്റെ പരമാവധി സഹിച്ചു. ഇത് ഈ നാടിന്റെ നിലനിൽപ്പിന്റെ പ്രശ്ന. ഞങ്ങളുടെ പഞ്ചായത്ത് ഓഫീസ് തന്നെ അവർ നശിപ്പിച്ചത്. ആഫീസ് തകർത്ത അവരല്ല, ഞാനാ. മുമ്പ് നിന്നെ നിന്റെ അനിയത്തിയും പെരുവഴിയിലിട്ട് പട്ടികളെ പോലെ തല്ലിയതും ഞങ്ങള് തന്നെ. ആരാ നീ? ഞാൻ ആരാണെന്ന് പറഞ്ഞാ നിനക്കറിയില്ല. നിന്റെ അമ്മയായിട്ടാ എനിക്ക് പരിചയം. പണ്ട് ഈ പൊന്നാപുരത്ത് നടന്ന മദ്യദുരന്തത്തിലെ 1-ാം പ്രതി, അയ്യപ്പന്റെ മകൻ ഭൈരവൻ. അന്ന് നിന്റെ അമ്മയും കുറെ പെണ്ണുങ്ങളും ചേർന്ന് എന്നെ എന്റെ അമ്മയെ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചു. ജയിലിൽ കിടന്ന് പുഴുത്ത് പുഴുവരിച്ച എന്റെ അച്ഛൻ ചത്തത്. എന്റെ അമ്മ ഒരു പെണ്ണാണെന്ന് ആരും ഓർത്തില്ലല്ലോടി. ഒരു സാവിത്രി. അന്ന് മുതൽ പെണ്ണെന്ന് കേട്ടാലേ എനിക്ക് വിറയല. കാത്തിരിക്കുകയായിരുന്നടി ഞാൻ ഇങ്ങനൊരു അവസരത്തിന് വേണ്ടി. വിടില്ല ഞാൻ. ഈ നാട്ടിലെ ഒരു പെണ്ണിനെ വിടില്ല ഞാൻ. വെറുതെ അല്ല പെൺബുദ്ധി പിൻബുദ്ധി എന്നൊക്കെ പണ്ടുള്ളവര് പറഞ്ഞേ. ഇതിന്റെയൊക്കെ നല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ആ രാഗിണി പറയുന്ന കേട്ട് ചാടിയിട്ടല്ലേ? അവള് മുങ്ങി നടക്കോ? അവക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. പഴയ പ്രതികാരവും കൊണ്ട് ഒരുത്തൻ അവതരിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. അവതരിച്ചൊന്നുമല്ല, നമ്മളായിട്ട് ഇറക്കിയതല്ലേ. അതുകൊണ്ട് കേസ് ചാർജ് ചെയ്യാനും പറ്റുന്നില്ല, മുകളിലേക്ക് വിളിക്കാനും പറ്റുന്നില്ല. ഇത് ഇവിടം കൊണ്ടൊന്നും തീരില്ല. ഇനിയാ കൂടുതൽ സൂക്ഷിക്കേണ്ടത്. പീഡനം,
മാനഭംഗം, ബലാത്സംഗം, അങ്ങനെ പെണ്ണുങ്ങൾക്കെതിരെ ഈ ഭൂമിയിൽ എന്തൊക്കെ വൃത്തികേടുകളുണ്ടോ അതൊക്കെ ഇനി ഇവിടെ നടക്കും. തടയാൻ ഒരു പെൺപട്ടാളത്തിനും കഴിയില്ല. പൊന്നാപുരത്തിന്റെ അനിവാര്യമായ വിധിയാ അത്. കൊടുങ്കാറ്റിനൊക്കെ പെണ്ണുങ്ങളുടെ പേരാ റീത്ത, കത്രീന എന്നൊക്കെ പറഞ്ഞ് നീ കേട്ടിട്ടില്ലേ? എന്ത് നോക്കാൻ? ഇത് ആൺകാറ്റാ, ഭൈരവൻ. പെണ്ണുങ്ങൾ പേടിച്ചില്ലാണ്ടാവുന്ന ആ ഭൈരവൻ നമ്മളൊന്നും ചെയ്യില്ലല്ലോ. നമുക്ക് പേടിക്കാനൊന്നുമില്ല. കേട്ടെടുത്തോളം വെച്ചേ പെണ്ണുങ്ങളെ മാത്രം ഉപദ്രവിക്കുന്ന പ്രത്യേകതരം ജീവികളാ. നീ ഇതൊക്കെ താത്തോട്ട് വെച്ചേ. ഓ എന്റെ കുസുമം, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. എന്നിട്ട് പറ. ആദ്യം പെങ്ങൾക്കൊരു കാമുകൻ, ഇപ്പൊ കൊട്ടേഷൻ എന്ന് പറഞ്ഞ് വേറൊരുത്തൻ. ഈ നാട് നശിപ്പിച്ചതേ പ്രസിഡന്റ് ഒരൊറ്റ ആളാ. കുസുമം, ഒരവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ കസേര തെറിപ്പിക്കാൻ പറ്റിയട്ടായി. അങ്ങനെ വല്ലതും ചെയ്യുകയാണെങ്കിൽ കുസുമ എന്റെ കൂടെ നിൽക്കില്ലേ? മൊത്തം എതിരാണല്ലോ. ഞാൻ വിളിക്കാൻ കറണ്ട് പോയി. ഈ ജനാലയൊക്കെ നടച്ചിട്ട് കിടന്നോളൂ ഈ മനുഷ്യന്. എനിക്ക് ഭൈരവൻ ഒന്ന് എണീറ്റ് മനുഷ്യൻ ഭൈരവന്ന് അവിടെ ഉണ്ടായിരുന്നു. നിനക്കെന്നാ ഭ്രാന്ത് പിടിച്ചോ? വെറുതെ മനുഷ്യന്റെ ഉറക്കം കളയാൻ വേണ്ടിട്ട്. അല്ലല്ല, ഞാൻ കണ്ടതാ. ഇനി ഭൈരവനായിരിക്കുവോ? ആണെങ്കിലും ആണുങ്ങൾക്കൊന്നും പഠിക്കാനില്ലല്ലോ. ലംബോദരേട്ടാ, എനിക്കിപ്പോ തോന്നുക നമുക്കൊരു കുഞ്ഞും കൂടി വേണ്ടേന്ന്. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? അത് പിന്നെ ചേട്ടനെപ്പോഴും പറയാറുള്ളതാണല്ലോ ഒരു കുഞ്ഞിന്റെയും കൂടി കാര്യം. അപ്പൊ പഞ്ചായത്ത് തീരുമാനിച്ചു പറഞ്ഞിട്ട്? ഇപ്പൊ പഞ്ചായത്തിന്റെ കാര്യത്തിലാ തീരുമാനമായത്. എന്നുവെച്ചാ എന്റെ കാര്യത്തിനൊരു തീരുമാനമായില്ലേ? ആയി. ഈ ബുദ്ധി നിനക്ക് നേരത്തെ തോന്നാത്തിന് നീ ചേട്ടാ, ചേട്ടാ. എന്തേ? രാമരാമ. ചേട്ടന്റെ ഇവിടെ ഒരു കുരു. ഇന്നാണ് നീ ആ കുരു കാണുന്നത്? ഇക്കങ്ങൾ ഉറങ്ങിയ വേണമെങ്കിൽ എന്നെ കെട്ടിപ്പിടിച്ചോളി. വേണമെങ്കിൽ നീ ആദ്യം വിളി. സംഗതി ഓക്കെ ആയല്ലോ.
നോക്കിയടിക്കുക. എവിടായിരുന്നു ഇത്ര നേരം? അടിച്ചടിച്ച് എന്റെ ഊപ്പാട് വന്നു. ഇന്നലെ രാത്രി എന്റെ ഊപ്പാട് വന്നു. എന്തു പറ്റി? വലിയ സന്തോഷത്തിലാണല്ലോ. പെയ്തൊഴിഞ്ഞു നേതാവേ, കംപ്ലീറ്റ് പെയ്തൊഴിഞ്ഞു. നിനക്കും പെയ്തൊഴിഞ്ഞോ? ഓ, നേരത്തെ പെയ്തൊഴിഞ്ഞ 3 ദേ ഇരിക്കുന്നു. ഓ, നാണം കണ്ടില്ലേ? നാണയില്ലാത്തവന്മാര്. ഭീകരന്മാര് പാവാ. അടുപ്പ് കത്തിയിട്ട് വേണ്ട ചായ ഉണ്ടാക്കാൻ. പ്രസിഡന്റ് പേടിക്കണ്ട, ഇന്നലെ വൈകിട്ട് വരെ ഉണ്ടായിരുന്ന ടെൻഷൻ ഇപ്പൊ ഞങ്ങൾക്കില്ല. അതെന്താ? ഒന്നുമില്ല. ഇങ്ങനെ ഒരവസ്ഥ ഈ നാടിനുണ്ടാക്കിയത് പ്രസിഡന്റ് തന്നെയാ. എന്ന് കരുതി ആണുങ്ങളുടെ മുമ്പിൽ നമ്മൾ കീഴടങ്ങണോ? അപ്പോ ഇന്നലെ രാത്രി SI കീഴടങ്ങിയില്ലേ? ആര്? ഞാനോ? ഇത്തിരി പൊളിക്കും. അടുത്ത മീറ്റിങ്ങിന് ഗൗരിയും കൂട്ടരും അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നുണ്ടെന്നാ കേട്ടത്. ഓഹോ, ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? കാണാത്തത് കാണുമ്പോ നീയൊക്കെ കാല് മാറൂന്നാ തോന്നുന്നേ. മിക്കവാറും. അപ്പൊ എന്റെ കസേര കസേരല്ലേ, അത് ഇത്തിരി പാടായിരിക്കും. ബെസ്റ്റ്. ഒന്ന് ഇരുട്ടി വെളുത്തപ്പോ ഇങ്ങനൊരു പണി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞങ്ങളും ആ ഗുണ്ടകൾ ഇവിടെ കുറച്ചു ദിവസം കൊണ്ട് വരസട്ടേന്നേ. ഗുണമുണ്ടല്ലോ. അതെ. എന്നാലേ ഒരു മഴയ്ക്ക് മുളച്ചതൊന്നും അങ്ങനെ കൂടുതൽ വളർന്ന ചരിത്രമില്ല. എന്റെ പാർട്ടിയിലേക്ക് കിടന്ന് ആരും അങ്ങനെ സൂയിക്കുകയും വേണ്ട. ഒരറിയിപ്പുണ്ടാകുന്നത് വരെ നിങ്ങളെ എല്ലാവരെയും ഞാൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. എന്നാ കേട്ടോ, ഞങ്ങൾ ആ പാർട്ടിനെ തന്നെ പിരിച്ചുവിട്ടിരിക്കുന്നു. കൂടം വീണ്ടും ഉടയ്ക്കും കൊച്ചു കേശവ, നീയും ഞാനൊന്ന് അവളെയും കൊണ്ട് വീട്ടിൽ പോയിട്ട് വരാം. കണ്ടോ, ഞാൻ ഇന്നും പൊളിക്കും. എനിക്കെന്തോ പേടി തോന്നുന്നു ചന്ദ്രു. നമ്മളാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് ആലോചിക്കുമ്പോ. നിനക്കായിരുന്നല്ലോ വാശി, ഈ നാട്ടിലെ മുഴുവൻ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും സമ്മതമില്ലാതെ എന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല. അന്ന് എനിക്കതൊന്നും മനസ്സിലായിരുന്നില്ല. എന്നാലിപ്പോ ഈ ഗ്രാമം ഒന്നാവുന്ന ദിവസം നിന്നെ പോലെ എന്റെ സ്വപ്നം. പക്ഷെ എങ്ങനെ ഇപ്പൊ തോന്നുക ഒന്നും വേണ്ടായിരുന്നു. അങ്ങനെ എല്ലാം മറക്കാൻ നിന്നെ കൊണ്ട് കഴിയോ? ഒക്കെ ശരിയാവും. എന്നെ വിശ്വസിക്കുക, മറ്റാരെക്കാളും. എന്തുറ്റി?
സാറ് പ്രസിഡന്റ്, ഉള്ള കാര്യം തുറന്നു പറയാം. ഞങ്ങള് വനിതാ പോലീസുകാരെ കൊണ്ട് മാത്രം ഇത് താങ്ങാൻ പറ്റില്ല. ഇനി ഇത് മുകളിലേക്ക് അറിയിച്ചില്ലെങ്കിൽ തൊപ്പി തെറിക്കും, അത് ഉറപ്പാ. ഹലോ, എങ്ങനെ കയറി പോണ? എന്താ കയറി പോയാല്? ഇത് കാഷ്വാലിറ്റിയാ. അങ്ങനെ വരുന്നവർക്കും പോകുന്നവർക്കും ഒന്നും കയറി ഇറങ്ങാനുള്ളതല്ല. എന്തൊരു നിയമപരിപാലനം. ഇനി കാഷ്വാലിറ്റി കയറാൻ പോകുന്നത് നിങ്ങളാ. ഐ എം മോഹൻ രാജീവ്, പുതിയ സോണൽ ADGP. പോയാ ഡോക്ടറോട് വരാൻ പറ. ഞാനും കൂടെ പണിയാവും. Hey, it's okay. Relax. കിടന്നോ. സർ, യെസ്. എന്താ ഡോക്ടർ സിറ്റുവേഷൻ? എനിത്തിങ് സീരിയസ്? എക്സ്റേ എടുത്ത് നോക്കി. കാര്യമായ ഫ്രാക്ചർ ഒന്നുമില്ല. എന്നാൽ വൂൺസും സ്കിൻ അബ്രേഷൻസും നല്ലപോലെ ഉണ്ട്. സെപ്റ്റിക് ആവാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആന്റിബയോട്ടിക്സും കൊടുക്കുന്നുണ്ട്. ഡീപ്പ് ഇഞ്ചുറീസ് എന്തെങ്കിലും ഉണ്ടോ നോക്കണം രണ്ടുപേർക്കും. ഇനി CT സ്കാനോ മറ്റോ വേണമെന്നുണ്ടെങ്കിൽ വി വിൽ ടേക്ക് ദം ഔട്ട്. പെർസിസ്റ്റന്റ് വോമിറ്റിംഗ് ഒന്നുമില്ല. അങ്ങനെ വല്ല സിംറ്റംസ് ഉണ്ടെങ്കിൽ മതിയല്ലോ ഹയർ സെന്റേഴ്സിലേക്ക്. ഓക്കെ, ബട്ട് മേക്ക് ഷുവർ രണ്ടുപേർക്കും കൃത്യമായ ട്രീറ്റ്മെന്റും കെയറും കിട്ടിയിരിക്കണം. ഓക്കെ, ഡോണ്ട് വറി, റിലാക്സ്. What the hell are you doing? അതിങ്ങനെ അകത്തോട്ടേക്ക് വരാം. അല്ലെങ്കിൽ അത് തന്നെയാണല്ലോ കുറെ നാളായിട്ട് ഇവിടെ നടക്കുന്നത്. കോപ്രായം. യെസ് ജോൺ. അവർക്ക് സീരിയസ് ആണെന്ന് തോന്നുന്നു. ഐ ഓൾറെഡി റീച്ച്. ഇവിടെ ആകെ കുഴപ്പ. ഗെറ്റ് റെഡി ഫോർ മൈ ഓർഡർ. ഐ വിൽ കോൾ ബാക്ക്. ഒരൊറ്റെണ്ണത്തിനും ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. അതാണായാലും ശരി, പെണ്ണായാലും ശരി. കൊട്ടേഷൻ അല്ലേ? അതും സ്വന്തം അനിയത്തിയെ പ്രണയിച്ച ചെറുപ്പക്കാരനെതിരെ. ഇതിനുള്ള ശിക്ഷ എന്താണെന്നറിയോ? IPC സെക്ഷൻ 120B, പണിഷ്മെന്റ് ഫോർ ക്രിമിനൽ കോൺസ്പിരസി, ആൻഡ് IPC സെക്ഷൻ 110, അബറ്റ്മെന്റ് ഓഫ് ഇല്ലീഗൽ ആക്ട്. ഇനിയുള്ള കാലം മുഴുവൻ അഴിയെണ്ണി അകത്ത് കിടക്കേണ്ടി വരും. ഭരണഘടന വായിച്ചിട്ടുണ്ടോ പ്രസിഡന്റ്? പ്രായപൂർത്തിയായ ഏതൊരാണിനും പെണ്ണിനും സ്വതന്ത്രമായി തീരുമാനമെടുക്കാനും ജീവിക്കാനുമുള്ള അവകാശമുണ്ട് ഈ നാട്ടിൽ. The right of choice of an adult in choosing a man to whom she gets married. സോഷ്യൽ വാല്യൂസും പാരന്റൽ ലവും മൊറാലിറ്റീസും എല്ലാം വിലപ്പെട്ടതാണ്, മാനിക്കേണ്ടതുമാണ്. പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് ഒരു പൗരന്റെ ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി, ഫ്രീഡം. ഇത് ഞാൻ പറഞ്ഞതല്ല, സാക്ഷാൽ സുപ്രീം കോടതി പറഞ്ഞതാണ്. സത്യത്തിൽ ഇവിടെ എന്താണ് നിങ്ങൾ പെണ്ണുങ്ങളുടെ പ്രശ്നം? ആരെയാണ് നിങ്ങൾ എതിർക്കുന്നത്? എന്തിനെയാണ് നിങ്ങൾ എതിർക്കുന്നത്? ഈ ആണുങ്ങളെ മുഴുവൻ ശത്രുക്കളായി കണ്ട് അവരുടെ നെഞ്ചത്ത് കയറി നിന്ന് നൃത്തം ചവിട്ടലാണോ ഈ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? ആണോ? പെൺപോരാട്ടങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇങ്ങനെ ആണുങ്ങളെ അടച്ചാക്ഷേപിക്കുന്ന കോലാഹലങ്ങളല്ലായിരുന്നു. ഫെമിനിസത്തിന്റെ തലക്കെട്ടോ തൂവലുകളോ ആടയാഭരണങ്ങളോ ഒന്നുമില്ലാതെ സ്വാഭാവികമായി ഉയർന്നു വന്ന ജനമുന്നേറ്റമായിരുന്നു. ശരിയാണ്, പെണ്ണിനെതിരെയുള്ള പ്രശ്നങ്ങളും അതിക്രമങ്ങളും ഇന്ന് വളരെ കൂടുതലാണ്. പക്ഷെ നിങ്ങൾ ഒന്നും ഓർക്കണം, ഇത്തരം പ്രശ്നങ്ങൾ ബാധിക്കുന്നത് ആ നാട്ടിലെ അന്തസ്സുള്ള ആണുങ്ങളെ കൂടിയാണ്. സോ യു ബ്ലെയിം ദ പേഴ്സൺ, നോട്ട് ദ ജെൻഡർ. പെണ്ണുങ്ങൾ സമരം ചെയ്യണം, മുദ്രാവാക്യം വിളിക്കണം, ഭരിക്കണം, എല്ലാം വേണം. പക്ഷേ അതെല്ലാം ആണുങ്ങൾക്കെതിരാവരുത്, അവരോടൊപ്പം. തനിങ്ങ വാ വാ. അയ്യോ, ആണുങ്ങളുടെ പല്ലു കഴിഞ്ഞ സിംഹം. ഈ നാട്ടുകാർ മുഴുവൻ കാണുക സ്വന്തം ഭാര്യയോട് പരസ്യമായി വഴക്കടിച്ചിട്ട് താൻ എന്ത് നേടി? അതിന് ഈ നാട്ടിലെ ആണുങ്ങളെ മുഴുവൻ കരുവാക്കായിരുന്നില്ലേ ഭീരുവായ താൻ? മീശ പിരിച്ചു വെക്കടാ, എന്നിട്ട് നെഞ്ചു പിരിച്ചു നിൽക്ക്. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നടക്കുന്ന ആണുങ്ങളെ പറയിക്കാനായിട്ട്. അനാവശ്യമായ ഈഗോ, കോംപ്ലക്സ്, അതൊന്നും നന്നല്ല ആണിനായാലും പെണ്ണിനായാലും.
വിട്ടുവീഴ്ചയും സഹകരണവുമാണ് നല്ല സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ പ്രധാന അടിത്തറ. ഈ ഭൂമിയിൽ ഏറ്റവും സുന്ദരമായ 2 സൃഷ്ടികളാണ് ആണും പെണ്ണും. അതിലൊരാൾ മുകളിലും മറ്റൊരാൾ താഴെയുമല്ല. ഒരു പെണ്ണിന് സാധിക്കുന്ന പലതും ഒരാണിനെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. അതുപോലെ ഒരാണിന് ചെയ്യാൻ കഴിയുന്ന പലതും ഒരു പെണ്ണിനെ കൊണ്ട് സാധിക്കില്ല. ഇരുപക്ഷത്തുണ്ട് ഗുണങ്ങളും ദോഷങ്ങളും കുറവുകളും പരിമിതികളും. അതെല്ലാം തിരിച്ചറിഞ്ഞ് പരസ്പര സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും വേണം നമ്മൾ ജീവിക്കാൻ. എടുക്ക്. ഹലോ പ്രസിഡന്റ്, ഞാനിവിടെ മൂക്കുത്തിമലയിന്നാ. ഇവിടെ ആകെ പ്രശ്ന. പുട്ടിന്റെ സ്പീക്കർ. പിന്നെ ആ ഭൈരവന്റെ കൂടെ കുറെ ഗുണ്ടകളും കൂടി ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ കള്ളവാറ്റ് തുടങ്ങാനുള്ള പരിപാടിയാന്നാ തോന്നുന്നേ. പ്രസിഡന്റ്, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവാ. അവർ ഒരുപാട് പേരുണ്ട്. കുട്ടികളൊക്കെ പോണ വഴിയല്ലേ. പ്രസിഡന്റ്, ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പ്രസിഡന്റ് എന്താ ഒന്നും മിണ്ടാത്തേ? ആലോചിച്ച് നിൽക്കാനൊന്നും സമയമില്ല. എന്താന്ന് വെച്ചാൽ എല്ലാരും കൂടെ പെട്ടെന്ന് ചെയ്യണം. പ്രസിഡന്റ്, ഹലോ. നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങളൊന്നായാൽ ഈ നാടൊന്നായി. ഈ നാടൊന്നായാൽ പിന്നെ നിങ്ങൾ ഒരാൾക്കും തോൽപ്പിക്കാനാവില്ല. ഒരു ഭൈരവനും. എല്ലാരും ഒന്നായല്ലോ. നീയല്ലടാ പറഞ്ഞതൊന്നും ചെലവായില്ലെന്ന്. ഇഷ്ടം പോലെ ആളുകളുണ്ട്, എടുത്തു കൊടുത്തു. പക്ഷെ കടമൊന്നും പറ്റില്ല കേട്ടോ. രൊക്കം കാശ് അപ്പ തീർക്കണം. നിന്റെ അപ്പം വിചാരിച്ചിട്ട് പറ്റിയിട്ടില്ല. പിന്നെ നീ കണ്ടടാ, പണ്ടേ ഇവിടുത്തെ ആണുങ്ങൾക്കല്ല പെണ്ണുങ്ങൾക്ക് ആ തിളപ്പ് കൂടുതലാണ്. അടിച്ചോടിക്കണം എല്ലാത്തിനെ. നിക്ക്, നിങ്ങളവിടെ നിൽക്ക്. സാറൊന്ന് ഓർഡർ ചെയ്താൽ നമ്മൾ ഇടപെടാൻ വരട്ടുള്ളൂ.
ഇപ്പോഴോ? ഒന്ന് പിടിച്ച് വണ്ടി കയറ്റി എല്ലാവരും കയറ്റി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് അവസാനിച്ചില്ലേ? ഇനി എത്രയും പെട്ടെന്ന് നിന്റെ പെണ്ണിനെ കൂട്ടി വീട്ടിലേക്ക് വാ. അമ്മ അവിടെ കാത്തിരിക്കുക. പപ്പയോ? പറഞ്ഞു വരുമ്പോ ഞാനും എന്റെ അച്ഛനായിട്ട് കൂടി വരും. ഇവിടെ ഉള്ള എല്ലാവരും പണിതുകൊണ്ടിരിക്കുക. ഇത് പിടിച്ച് പോയി പണിതേ. കുപ്പിവളകൾ കിലുക്കി കുമ്മിയടിക്കുന്ന നാട്, പൊന്നിൻ കസവുള്ള ചേല ഭംഗിയിൽ തന്നെ അണിഞ്ഞു, പൂത്തിരുവാതിര നാളിൽ തരുണികൾ കൂട്ടമിട്ടാടുന്ന നാട്, നമോ നമ നമ നാഥൻ നമ നമ നാഥൻ നമ നമ നമോ. തത്തിത്തരികിട താളം താളം തരികിട തോന്തൈ, തത്തിത്തരികിട താളം തരികിട തായകതിങ്കിണ തോന്തൈ. ആ ആ കേരളമാണെന്റെ നാട്, കേരദ്രുമങ്ങൾ തന്നാട്, കായലും കുന്നും പുഴകളും ഒന്നിച്ചു ചാരുത ചാർത്തുന്ന നാട്, കൊന്നകൾ പൂക്കുന്ന നാട്, പൂവിളി കേൾക്കുന്ന നാട്, പൂമരക്കൂട്ടങ്ങൾ പൂമഴ പെയ്യ്ക്കും ഏറെ മനോഹര നാട്, നമോ നമ നമ നമോ നാഥൻ നമ നമ നമോ. നമോ നമ നമ നാഥൻ നമ നമ നാഥൻ നമ നമ നമോ. തത്തിത്തരികിട താളം താളം തരികിട തോന്തൈ, തത്തിത്തരികിട താളം തരികിട തായകതിങ്കിണ തോന്തൈ. പൊന്നിൻ കതിർക്കുല ഏന്തുന്ന പാടങ്ങൾ പൊന്നാട ചാർത്തുന്ന
തത്തിത്തരികിട താളം തരികിട തായകതിങ്കിണ തോന്തൈ കുപ്പിവളകൾ കിലുക്കി